Good morning, all. So we have dealt with cubism and surrealism, and of course, throughout it, we have studied also about Picasso. So now we are gonna deal with his painting Guernica, which is in your syllabus. So Guernica, as shown in the transcription there, it is pronounced as Guernica. Okay, and it is a place name. Okay, and it is a place. It is a town in Spain. It is a large 1937, and other than that, of course, it is a large 1937 oil painting on canvas by Spanish artist Pablo Picasso. It is one of his best known works, regarded by many art critics as the most moving and powerful anti war painting in history. അപ്പോൾ നമ്മൾ പിക്കാസോയെ കുറിച്ച് പഠിച്ചല്ലോ. അപ്പോൾ പുള്ളിയുടെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വരുന്ന പെയിൻറ്റിങ്സിൽ ഒന്നാണ് നമ്മുടെ ഗർണിക്ക. ഇറ്റ് കംപ്രൈസസ് ഓഫ് ബോത്ത് ക്യൂബിസ് ആൻഡ് സർറിയലിസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ആൻഡ് അത് മാത്രമല്ല, ഇറ്റ് ഹാസ് സച്ച് എ മെസ്സേജ് ഇൻ ഇറ്റ്. ഓക്കെ, അതായത് ഏതൊരു ജനറേഷനും അല്ലെങ്കിൽ ഏത് കമ്മ്യൂണിറ്റിക്കും എന്നും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു മെസ്സേജ് അതിൻ്റെ അകത്തുണ്ട്. അതാണ് അതിൻ്റെ ഒരു ഫെയിമിന് കാരണം. നൗ അതെന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് ബിക്കോസ് ആർട്ട് ക്രിറ്റിക്സ് ഹാവ് കൺസിഡർ, നോട്ട് ജസ്റ്റ് ആർട്ട് ക്രിറ്റിക്സ് ബട്ട് ഈവൻ layman can see it as one of the most moving and powerful anti-war painting in history. Now it is exhibited in the Museo Reina Sofia in Madrid. The grey, black and white painting, which is 3.49 meters and 7.76 meters across, portrays the sufferings of humans and unculates wrought by violence and chaos. See, Museo Reina Sofia in മദ്രിഡിലാണ് നമ്മുടെ ഈ പെയിൻറ്റിങ്, ആ ഒരു മ്യൂസിയത്തിലാണ് ഈ പെയിൻറ്റിങ് ഇപ്പോൾ നിലവിൽ എന്താ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് എ ഹ്യൂമങ്കസ് പെയിൻറ്റിങ്. ഓക്കെ, ആക്ച്വലി ഒരു റൂം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. ഇറ്റ്സ് എ മ്യൂറൽ ആസ് വെൽ. ഓക്കെ, അതൊരു മ്യൂറലാണ്. എനിവേ, ഇറ്റ് ഈസ് കറൻ്റ്ലി being exhibited in Museo Reina Sofia in Madrid. ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം തന്ന ആ ഒരു പെർട്ടിക്കുലർ അനലൈസ് ചെയ്യാനായിട്ട് ഞാൻ ആ പെയിൻറ്റിങ് ഇട്ട് തന്നില്ലേ. ആ പെയിൻറ്റിങ് ആക്ച്വലി മ്യൂസിയോ റെയ്ന സോഫിയയുടെ തന്നെ വെബ്സൈറ്റിൽ ഇട്ടിരിക്കുന്ന ഒരു പെയിൻറ്റിംഗ് ആണ്. നിങ്ങൾക്ക് ആക്ച്വലി അതിൻ്റെ അകത്ത് കയറി നോക്കിക്കഴിഞ്ഞാൽ അത് പല ആ പെർട്ടിക്കുലർ പിക്ചറിൻ്റെ തന്നെ പല ഷെയ്ഡ്സ്, പല പിക്സൽ ഷെയ്ഡ്സിൽ ഒക്കെ തന്നെ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാം വിത്ത് അത് പെയിൻറ്റിങ്സ് ആൻഡ് സ്കൾപ്ചേഴ്സും ഒക്കെ തന്നെ ഉണ്ട്. അതിൻ്റെയൊക്കെ തന്നെയും എന്താ വെർച്വൽ റെപ്രസെൻറ്റേഷൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ജസ്റ്റ് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, now it portrays the suffering. എനിവേ, ഈ ഒരു നമ്മൾ ഡയമീറ്റേഴ്സ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, അത് വളരെ വലിയ ഒരു പെയിൻറ്റിംഗ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഗ്രേ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റിങ്. ഓക്കെ, അതായത് മോണോക്രോമാറ്റിക് ഓൾമോസ്റ്റ് മോണോക്രോമാറ്റിക് ആയിട്ടുള്ള പെയിൻറ്റിംഗ് ആണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൺലി വൈറ്റ്, ബ്ലാക്ക് ആൻഡ് grey colors. Now it portrays the suffering of humans and English wrought by violence and chaos. Okay, ഇത് ശരിക്കും ആ വാറിൻ്റേതായിട്ടുള്ള എല്ലാ മിസറിയും കാണിക്കുന്ന, ഡെസ്പയറും ലോസും എല്ലാം കാണിക്കുന്ന ഒരു ഒറ്റ ക്യാൻവസിൽ തന്നെ കാണിക്കുന്ന ഒരു പെയിൻറ്റിംഗ് ആണ് നമ്മുടെ ഈ ഗർണിക്ക. prominent in the composition are a goat horse, a bull, screaming women, death, dismemberment and flames. ഇതെല്ലാം തന്നെയുമാണ് പറഞ്ഞില്ല, ഒരു വാറിൻ്റേതായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് അതിനുള്ളിൽ കാണാൻ കഴിയും. Now about the historical context. ഏതൊരു പെയിൻറ്റിങ്ങിനും അല്ലെങ്കിൽ ഏതൊരു ലിറ്റററി വർക്കിനും അതിൻ്റേതായ ഒരു ഹിസ്റ്ററിക്കൽ കണ്ടെക്സ്റ്റ് ഉണ്ടാവും. അത് ഹിസ്റ്ററിക്കൽ ആവാം, ബയോഗ്രഫിക്കൽ കണ്ടെക്സ്റ്റ് ആവാം. നമ്മുടെ ഇതിനെ സംബന്ധിച്ച് ഹിസ്റ്ററിക്കൽ ആയിട്ടുള്ള കണ്ടെക്സ്റ്റാണ് നമ്മൾ എടുക്കേണ്ടത്. ആൻഡ് ദ ഹിസ്റ്ററിക്കൽ കണ്ടെക്സ്റ്റ് കൺസേഴ്സ് ഓഫ്
It involves this artwork is closely tied to the Spanish Civil War and in particular to the bombardment of the city of Guernica by General Franco's aviation. Okay, aviation army. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ നമ്മുടെ പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സ്പാനിഷ് സിവിൽ വാറുമായിട്ട് കണക്റ്റഡ് ആണ്. when മുന്നേ സ്പെയിന് ഭരിച്ചിരുന്ന ഒരു എന്താ ഒരു ഓട്ടോക്രാറ്റാണ് ഈ ഫ്രാങ്കോ. പുള്ളി ഗർണിക്ക സിറ്റി ബൊമ്പാർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പെയിൻറ്റിങ് കമ്മീഷൻ ചെയ്തത്. ജസ്റ്റ് എ ഫ്യൂ ഇയേഴ്സ് ഓൺ April 26, 1937 the Basque city was razed to the ground. ബാസ് സിറ്റി ബാസ് സിറ്റി എന്ന് പറഞ്ഞാൽ ബാസ്കിലെ ഒരു സിറ്റിയാണ് നമ്മുടെ ഗർണിക്ക. ഓക്കെ, അത് ശരിക്കും പറഞ്ഞാൽ മൊത്തം സിവിലിയൻസ് ആണ് അവിടെ ഉള്ളത്, അല്ലാതെ വേറെ ഒന്നുമില്ല. യാതൊരുവിധ എന്താ മിലിറ്ററി ഇൻവോൾവ്മെൻറ്റ്സും ഇല്ലാത്ത ഒരു സ്ഥലമാണ്. ബട്ട് അത് തന്നെ ഓഫ് കോഴ്സ് സിവിലിയൻസ് ആണ്, മുഴുവൻ സിവിലിയൻസ് ആണ്. അപ്പോൾ ആ സിവിലിയൻസിൻ്റെ ആ ഒരു എന്താ സിറ്റിയെ മൊത്തം ബേൺ ചെയ്ത് കളഞ്ഞ ഒരു ഇൻസിഡൻ്റാണ് ഓൺ April 26, 1937. ഓക്കെ, നിങ്ങൾ ആ ഡേറ്റൊക്കെ ഓർമ്മിച്ച് വെച്ചേക്കുക. Now, it was the period when the whole country of Spain was rocked by the civil war between supporters of a republic party and those who wanted a monarchy. Republic that and those who wanted a monarchy. The latter led by General Francisco Franco. The Republican government took Picasso as an exceptional representative of their cause, and they entrusted to him the direction of the Prado Museum and commissioned him to paint a large canvas for the Universal Exposition of Paris in July 1937. അപ്പോൾ ഈ ഒരു സിവിൽ വാർ എന്ന് പറയുന്നത് ഇറ്റ് വാസ് ബിറ്റ്വീൻ ദ റിപ്പബ്ലിക്കൻ ഗവൺമെൻറ് ആൻഡ് ദോസ് ഹു oppose that particular government. And this opposition was led by General Francisco Franco. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അപ്പോൾ ഈ ഒരു ഒപ്പോസിഷൻ മനസ്സിലാക്കിയിട്ട് എന്താ നമ്മുടെ റിപ്പബ്ലിക്കൻ ഗവൺമെൻറ് എന്താ കമ്മീഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ there are times when the government or certain bodies would invite artists to paint something on their behalf for them. Okay, not on their behalf but for them. Okay, ലൈക്ക് ഇപ്പോൾ സിസ്റ്റീൻ ചാപ്പലിലൊക്കെ തന്നെ നമ്മുടെ ഡാവിഞ്ചിയുടെയൊക്കെ തന്നെ ഒരുപാട് പെയിൻറ്റിങ്സും സ്കൾപ്ചേഴ്സൊക്കെ നമുക്ക് കാണാം. അത് അഫ്കോഴ്സ് അത് കമ്മീഷൻ ചെയ്ത കാര്യങ്ങളൊക്കെയാണ്, നോട്ട് ജസ്റ്റ് ഓഫ് ഡാവിഞ്ചി, പലരുടെയും കാണാം നമുക്ക്. ഓക്കെ, നൗ ദിസ് വാസ് ദ ഒറിജിൻ ഓഫ് പെയിൻറ്റിങ് ഇൻ ഗർണിക്ക. Guernica. The war dragged on until 1939 when it ended with Franco's victory and over 1 million dead. War തീർന്നത് 1939 മാത്രമാണ്, ഫ്രാങ്കോയുടെ വിക്ടറിയോട് കൂടിയാണ് തീർന്നത്. And between that 1 million people were dead. Now in 1937, in June 1937, Pablo Picasso painted Guernica, a mural that memorialized the events of April 27, 1937. The date when Germany supported its fascist ally Francisco Franco and bombed Guernica, a rather remote town in the Basque region of northern Spain la Basque എന്ന് പറയുന്ന റീജിയനിൽ ഒരു സിറ്റിയാണ് ഗർണിക്ക. ആൻഡ് ഇത് ബോംബാർഡ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഫ്രാങ്കോയുടെ അലൈസ് ആയിരുന്ന ജർമ്മൻ ഏവിയേഷൻ ആർമിയാണ്. ആർമിയല്ല, എയർഫോഴ്സ് ആണ് അവരുടെ ഈ ഗർണിക്ക ബോംബ് ചെയ്തത്. ഓക്കെ, upon completion Guernica was exhibited at the Spanish display at 1937 Paris International Exposition, and then ആദ്യം ഇത് എക്സിബിറ്റ് ചെയ്തത് പാരീസ് ഇൻ്റർനാഷണൽ എക്സ്പോസിഷനിലാണ് 1937 തന്നെയാണ്. ആൻഡ് ദെൻ അറ്റ് അതർ വെന്യൂസ് അറൗണ്ട് ദ വേൾഡ്, പിന്നെ വേൾഡിൽ പല വെന്യൂസിലായിട്ട് ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ദ ടൂറിംഗ് എക്സിബിഷൻ വാസ് യൂസ് ടു റേസ് ഫണ്ട്സ് ഫോർ സ്പാനിഷ് റിലീഫ്. ആൻഡ് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനമല്ല ഈ ഒരു എക്സിബിഷൻ, ഓഫ് കോഴ്സ് പിക്കാഡോയുടെ പെയിൻറ്റിംഗ് അല്ല, ആൻഡ് ഓഫ് കോഴ്സ് ദ മെസ്സേജ് ഇറ്റ് ഇംപ്ലൈസ്. അതുകൊണ്ട് തന്നെ നല്ല വരുമാനം അത് കിട്ടിയിരുന്നു ആ എക്സിബിഷനിൽ നിന്ന്.
അതെല്ലാം തന്നെ സ്പാനിഷ് വാർ റിലീഫിനായിട്ടാണ് പോയത്. The painting soon became famous and widely acclaimed, and it helped bring worldwide attention to the Spanish Civil War. അപ്പോൾ ഈ പെയിൻറ്റിങ്ങിലൂടെ ശരിക്കും തന്നെ സ്പാനിഷ് സിവിൽ വാറിന് ഒരുപാട് അറ്റൻഷൻ കിട്ടാനായിട്ട് കാരണമായിട്ടുണ്ടായിരുന്നു. Now, the famous anti-war painting is now housed at Museo Reina Sofia in Madrid. Picasso read George C's eyewitness account of that. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിപ്പോൾ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത് മ്യൂസിയോ റേനിയ സോഫിയ മദ്രിഡിലാണ്. പിക്കാസോക്ക് ഇത് വരയ്ക്കാനായിട്ട് ഒരു സോഴ്സ് വേണമല്ലോ. ഓക്കെ, ചുമ്മാ ഈ പറയുന്ന പോലെ ന്യൂസ് പേപ്പറിനൊക്കെ ഓഫ്കോഴ്സ് വായിക്കാം. പക്ഷേ ഓഫ്കോഴ്സ് ആ ന്യൂസ് പേപ്പറിൻ്റെ അക്കൗണ്ടിലൂടെയാണ് പുള്ളി അത് മനസ്സിലാക്കുന്നത് ത്രൂ ജോർജ് സ്റ്റിയേഴ്സ് ഐ വിറ്റ്നസ് അക്കൗണ്ട് ഓഫ് ദ അറ്റാക്ക് വിച്ച് ഒറിജിനലി ഹാഡ് ബീൻ published in both the Times and the New York Times on 28 April and abandoned his initial ഐഡിയ. ഓക്കെ, പുള്ളി ആദ്യം ആക്ച്വലി ഈ ഗർണിക്ക കമ്മീഷൻ ചെയ്തതിന് ശേഷം പുള്ളി ആക്ച്വലി ഈ ശരിക്കും പുള്ളിയെ കമ്മീഷൻ ചെയ്തത് ഒരു ഈ സ്പാനിഷ് സിവിൽ വാറിനെ കുറിച്ച് റെപ്രസെൻ്റ് ചെയ്യത്തക്ക രീതിയിലൊരു പെയിൻറ്റിങ് വരയ്ക്കാനാണ് പുള്ളിയോട് പറഞ്ഞിരുന്നത്. പക്ഷെ അപ്പോഴാണ് ഈ ഗർണിക്ക ബോംബാർഡ്മെൻറ്റ് സംഭവിക്കുന്നത്. സോ പുള്ളി ചെയ്തതെന്ന് വെച്ചാൽ പുള്ളി ഈ ഒരു ജോർജ് സ്റ്റിയറിൻ്റെ ദ ടൈംസിലും അതുപോലെ ന്യൂയോർക്ക് ടൈംസിലും വന്ന ആർട്ടിക്കിൾസ് ഓൺ ദ ഫസ്റ്റ് ഐ വിറ്റ്നസ് അക്കൗണ്ട് ഓഫ് ദ അറ്റാക്ക് അത് വായിച്ചിട്ടാണ് പുള്ളി ആ ഇനിഷ്യൽ ഐഡിയ കളഞ്ഞിട്ട് ഇതിൽ ഫോക്കസ് ചെയ്യാനായിട്ട് ഗർണിക്ക എന്ന് പറയുന്ന ആ പെർട്ടിക്കുലർ ഇതിൽ ഫോക്കസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. ഓക്കെ, നൗ അബൌട്ട് ദ ബോംബിംഗ് ഓഫ് 26 April 1937 ഡ്യൂറിങ് ദ സ്പാനിഷ് സിവിൽ വാർ. കുറച്ചുകൂടെ ആ ഹിസ്റ്ററിക്കൽ കണ്ടെക്സ്റ്റ് ഒന്നും കൂടെ വിശദീകരിക്കുകയാണ് സോ ദാറ്റ് നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിരിക്കാൻ വേണ്ടിയിട്ട്. ഡ്യൂറിങ് ദ സ്പാനിഷ് സിവിൽ വാർ ദ റിപ്പബ്ലിക്കൻ ഫോഴ്സസ് വെർ മെയ്ഡ് ഓഫ് അസോർട്ടഡ് ഫാക്ഷൻസ് സച്ച് ആസ് കമ്മ്യൂണിസ്റ്റ്, സോഷ്യലിസ്റ്റ്, അനാർക്കിസ്റ്റ് ആൻഡ് അതേഴ്സ് വിത്ത് ഡിഫറിങ് ഗോൾസ്. ഓക്കെ, അപ്പം ഈ സ്പാനിഷ് സിവിൽ വാറിൻ്റെ ടൈമിൽ റിപ്പബ്ലിക്കൻ ഫോഴ്സസ് എന്ന് പറയുന്നത് അതിൽ ഒരുപാട് ഫാക്ഷൻസ് ഒരുമിച്ച് ചേർന്നതായിരുന്നു. ലൈക്ക് കമ്മ്യൂണിസ്റ്റ് ഉണ്ടായിരുന്നു, സോഷ്യലിസ്റ്റ് ഉണ്ടായിരുന്നു, അനാർക്കിസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അവർക്കെല്ലാം ഡിഫറെൻറ്റ് ഗോൾസ് ഉണ്ട്. പക്ഷേ ഓഫ് കോഴ്സ് ദേ യുണൈറ്റഡ് ഫോർ ദിസ് പെർട്ടിക്കുലർ കോസ്. യെറ്റ് ദേ വെർ യുണൈറ്റഡ് ഇൻ ദ ഒപ്പോസിഷൻ ടു ദ നാഷണലിസ്റ്റ്. ഓക്കെ, അവർ ആർക്കെതിരെയായിരുന്നു ഒപ്പോസ് ചെയ്തത്? ഒരു നാഷണലിസ്റ്റ് സെക്ഷന് അഗെയിൻസ്റ്റ് ആയിരുന്നു അവർ ഒപ്പോസ് ചെയ്തത്. കാരണം ദേ വെർ ലെഡ് ബൈ ജനറൽ ഫ്രാൻസിസ്കോ ഫ്രാങ്കോ, ഓഫ് കോഴ്സ് ലേറ്റർ ഹൂ ബിക്കംസ് എ ഡിക്റ്റേറ്റർ, ഹൂ സോട്ട് എ റിട്ടേൺ ടു പ്രീ റിപ്പബ്ലിക്കൻ സ്പെയിൻ. ആ പുള്ളിക്ക് വേണ്ടിയിരുന്ന ഒരു പ്രീ റിപ്പബ്ലിക്കൻ സ്പെയിൻ സീനിലോട്ട് പോവുക എന്നുള്ളതായിരുന്നു പുള്ളിക്ക് ആവശ്യം. ബേസ്ഡ് ഓൺ ലോ, ഓർഡർ ആൻഡ് ട്രഡീഷണൽ കാത്തലിക് വാല്യൂസ് എന്ന് കുറച്ചുകൂടെ ഒരു റിലീജിയസ് ഫണ്ടമെൻ്റൽ ഇത് ഐഡിയാസ് ആയിരുന്നു ഫ്രാങ്കോയ്ക്ക് ഉണ്ടായിരുന്നത്. വി ക്യാൻ ഫൈൻഡ് ഇറ്റ് അറൗണ്ട് ദ വേൾഡ് റൈറ്റ് നൗ ആസ് വെൽ. അപ്പോൾ ഇൻക്ലൂഡിങ് ഐ തിങ്ക് ഇന്ത്യ. അപ്പോൾ ഈ ഒരു നാഷണൽ സെക്ഷന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇത്രയും ആൾക്കാർ ഒരുമിച്ചത്, ഇത്രയും ഫോർ ദ റിപ്പബ്ലിക്കൻ കോസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാരണത്താലാണ് ഇവരെന്ത് ചെയ്തത്? നമ്മുടെ ഗർണിക്ക കമ്മീഷൻ ചെയ്യാനായിട്ട് ഗർണിക്കയില്ല ആക്ച്വലി സ്പാനിഷ് സിവിൽ വാർ അതിനെക്കുറിച്ച് പെയിൻറ്റിങ് കമ്മീഷൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. ഗർണിക്ക, a town in the province of Biscay in Basque Country, was seen as the northern bastion of the Republican resistance movement and the center of the Basque culture. Basque culture center ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഗർണിക്ക. പക്ഷേ again I repeat, there were no military sculptures or moments in Guernica. സിവിലിയൻ ക്രൗഡ് തന്നെയായിരുന്നു അവിടെ, അല്ലാണ്ട് മിലിറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നും അവിടെ ഇല്ല. ബട്ട് വൺ തിങ് ഈസ് ദാറ്റ് ഇത് ഈ ബിസ്കേ കൗണ്ടിയിൽ അല്ലെങ്കിൽ അവിടുത്തെ ബാസ്ക് കൾച്ചറിൻ്റെ ഒരു സെൻറ്റർ ആയിരുന്നു ശരിക്കും ഗർണിക്ക. പ്രോബ്ലി അതുകൊണ്ടായിരിക്കാം. മാത്രമല്ല വേറൊരു കാര്യം കൂടെ വിച്ച് ഐ വിൽ ടെൽ യു ലേറ്റർ. അറൗണ്ട് 4:30 PM ഓൺ മൺഡേ 26 April 1937. ആലോചിക്കുക, 4:30 PM the time. Okay, അത് ഓർമ്മിച്ചു കാരണം it will later come into play when we describing the painting. On Monday, 26 April 1937, warplanes of the Nazi Germany Condor Legion, commanded by Karl Wolfram von Richthofen, bombed one of the famous Nazis of the Germany. Now, Germany Condor Legion, commanded by Colonel Wolfram von Richthofen, bombed Guernica for about 2 hours. 2 മണിക്കൂറാണ് കണ്ടിന്യൂസ് ആയിട്ട്
ആ ഒരു പെർട്ടിക്കുലർ സിറ്റി എന്ത് ചെയ്തത്, ബോംബ് ചെയ്തത്. നൗ ഗർണിക്ക വാസ് എ ക്വയറ്റ് വില്ലേജ്. അപ്പോൾ ഈ റിക്തോഫൻ എന്ന് പറയുന്ന പുള്ളി ഓഫ് കോഴ്സ് ജർമ്മനിയുടെ എയർഫോഴ്സിലുള്ള ആളാണ്. ആൻഡ് പുള്ളി ജർമ്മനി അറ്റ് ദാറ്റ് ടൈം വാസ് എൻ അലൈ ഓഫ് ദിസ് ഫ്രാൻസിസ്കോ ഫ്രാങ്കോ. Okay. And Guernica was a quiet village 10 kilometers from the front lines, and in between the front lines and Bilbao, the capital of Biscay. Okay. ഈ ഗർണിക്ക എന്ന് പറയുന്നത് ഒരു 10 കിലോമീറ്റേഴ്സ്, ഫ്രണ്ട് ലൈൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്ച്വൽ വോറ് നടക്കുന്ന സ്ഥലം. ഓക്കെ, ആ വോറ് നടക്കുന്ന സ്ഥലത്ത് നിന്ന് 10 കിലോമീറ്റേഴ്സ് ഇപ്പുറത്തായിട്ടാണ് ഗർണിക്ക വരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ചോദിക്കും എന്തുകൊണ്ട് പിന്നെ അങ്ങനെ വരുന്നതെന്ന്, അല്ലേ? എന്തുകൊണ്ട് അവിടെ ബോംബ് ചെയ്തു? ബിക്കോസ് ഇൻ ബിറ്റ്വീൻ ദ ഫ്രണ്ട് ലൈൻസ് ആൻഡ് ബിൽബാവോ ദ ക്യാപിറ്റൽ ഓഫ് ബിസ്കേ. കാരണം ഈ ഫ്രണ്ട് ലൈൻസിനും ബിൽബാവോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഓഫ് ബിസ്കോയ്ക്ക് ഇടയ്ക്കുള്ള പ്ലേസ് ആണ് നമ്മുടെ ഈ Guernica. Okay, but any Republican retreat towards Bilbao or any nationalist advance towards Bilbao had to pass through Guernica. പക്ഷേ എന്തുകൊണ്ടാണ്, ഈവൻ ദോ സിവിലിയൻ ക്രൗഡ് ആണെങ്കിൽ തന്നെയും ഇപ്പോൾ നാഷണലിസ്റ്റ് ഫോഴ്സസിന് ഫ്രണ്ട് ലൈൻസിലോട്ട് പോകണമെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ വോർ നടക്കുന്ന സമയത്ത് അവർക്ക് റിട്രീറ്റ് ചെയ്ത് തിരിച്ച് ബിൽബാവോ അതായത് ക്യാപിറ്റലിലോട്ട് പോകണം എന്നുണ്ടെങ്കിലും ഇവർക്ക് എന്ത് ചെയ്യണം, ഗർണിക്ക കൂടെ പാസ് ചെയ്യണം. ഓക്കെ, അപ്പം അതായത് അങ്ങനെ ഒരു അവരെ കംപ്ലീറ്റ് ആ ഒരു പ്ലേസ് അങ്ങ് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അതും ഉണ്ട്. ഓക്കെ. Now, under the German concept of tactical bombing, areas that were routes of transportation and troop movement were considered legitimate military targets. അവരെ സംബന്ധിച്ച് ജർമ്മനിക്ക് അന്നത്തെ ജർമ്മൻസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവരുടെ ടാക്ടിക്കൽ ബോംബിങ് ഇതിനെ സംബന്ധിച്ച് ഈ പറയുന്ന പോലെ ആക്ച്വൽ മിലിറ്ററി ഏരിയാസിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള ലെജിറ്റിമേറ്റ് മിലിറ്ററി ടാർഗറ്റ്സ് എന്ന് പറയുന്നത് ഇവർക്ക് റിട്രീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇവർക്ക് മുന്നോട്ട് വരാനോ ഉള്ള ഏരിയാസാണ്. ലൈക്ക് ഓഫ് കോഴ്സ് ഗർണിക്ക. അത് എന്ത് തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷനോ ട്രൂപ്പ് മൂവ്മെൻറ്റോ ഉണ്ടാവാൻ സാധ്യതയുള്ള റൂട്ട്സ്. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ബൊമ്പാർഡ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ടാക്ടിക്സ് ആണ് ജർമ്മനി ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു ടാക്ടിക്സിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഗർണിക്ക ഇത് ചെയ്തത്, ബോംബ് ചെയ്തത്. Now the following day Richthofen wrote in his war diary Guernica burning. Okay, next day Richthofen തൻ്റെ ഡയറിയിൽ കുറിച്ചിട്ടത് ഇതാണ്, Guernica burning, because the majority of Guernica's men were away, and of course നിങ്ങൾക്കറിയാം ഏതൊരു war വന്നാലും കൂടുതലും ഇതിൽ പങ്കെടുക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് അന്നത്തെ കാലത്തല്ലേ, സ്ത്രീകൾക്കൊന്നും തന്നെ അതിനുള്ള ഇതില്ല, സ്കോപ്പില്ല വോറിൽ പങ്കെടുക്കാനായിട്ട്. അതർ ദാൻ സർട്ടൻ ജോബ്സ്. സ്പെയിനിൽ അത് അപ്പോഴൊന്നും അത് വന്നിട്ടുമില്ല. കാരണം പക്ക റിലീജിയസ് ഫണ്ടമെൻ്റൽ ഒരു ലാൻഡായിരുന്നു അത്. അവിടെ സ്ത്രീകൾക്ക് ഒരുപാട് വേറെ വലിയ സ്കോപ്പൊന്നും ഇല്ലായിരുന്ന സമയം. ഓക്കെ, എനിവേ, അപ്പോൾ ഈ മെനെല്ലാം തന്നെയും വോറിൽ പങ്കെടുക്കാൻ പോയിരിക്കുകയാണ്. ഓക്കെ, they are all a part of this war, not because they wanted it, but of course because of the compulsory recruitment and all. And as a result ബാക്കി ഈ വില്ലേജസിലൊക്കെ ബാക്കി വരുന്നത് ആരായിരിക്കും? വിമൻ ആൻഡ് ചിൽഡ്രൻ, അല്ലേ? അങ്ങനെയുള്ളവരും പിന്നെ വളരെ കുറച്ച് മെനും മാത്രമേ കാണത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു ടൈമിൽ ഇത് ബൊമ്പാർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അതിൻ്റെ മിസറി അനുഭവിക്കുക ആരായിരിക്കും? ഡെഫിനറ്റ്ലി വിമൻ ആൻഡ് ചിൽഡ്രൻ. ആൻഡ് നോട്ട് ജസ്റ്റ് ദിസ്, ആക്ച്വലി ഗർണിക്ക മാത്രമല്ല, നിങ്ങൾ ആലോചിച്ചാൽ മതി ഏതൊരു വാറിൻ്റെയും ശരിക്കുള്ള അതിൻ്റേതായിട്ടുള്ള എല്ലാവിധ മിസറി അനുഭവിക്കുന്ന കൂട്ടങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും വിമൻ ആൻഡ് ചിൽഡ്രൻ ആണ്. ഓക്കെ, കാരണം ആസ് എ റിസൾട്ട് അവരെയാണ് കൂടുതലും ഭയങ്കരമായിട്ട് ആ ഒരു മിസറി എഫക്റ്റ് ചെയ്യുന്നത് ഈ വിമൻ ആൻഡ് ചിൽഡ്രനെയാണ്, നോട്ട് ആക്ച്വലി മെൻ. ഓക്കെ, അത് നിങ്ങൾക്ക് പല വോറിൻ്റെ ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. എനിവേ, നോട്ട് ദ ആക്ച്വൽ വോർ എന്ന് വെച്ചാൽ ആക്ച്വൽ വോർ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സോൾജേഴ്സ് ആയിട്ടുള്ള പോകുന്ന സോൾജേഴ്സിന് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കാം, ഇൻട്രസ്റ്റ് ഇല്ലാണ്ടിരിക്കാം. ദേ ആർ ആക്ടിങ് അപ്പോൺ ഓർഡേഴ്സ്. ഓക്കെ, പക്ഷേ ഇതൊന്നും ഭാഗമല്ലാത്ത
ഒരു ജനതയുണ്ട്. അതാണ് ഈ പറഞ്ഞ വിമൻ ആൻഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ. എല്ലാ വിമൻ ആൻഡ് ചിൽഡ്രൻ, ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാ വിമൻ ആൻഡ് ചിൽഡ്രൻ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഓഫ് കോഴ്സ് വിമൻ ആർ എ പാർട്ട് ഓഫ് വാർ ആസ് വെൽ നൗ. അപ്പോൾ ഇന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ സ്റ്റിൽ ദ സിവിലിയൻ ക്രൗഡ്, ഓക്കെ, സിവിലിയൻ ക്രൗഡ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അത് ഈ വാറിൻ്റേതായിട്ടുള്ള തിക്തഫലങ്ങൾ അനുഭവിക്കുന്നത് വിമൻ ആൻഡ് ചിൽഡ്രൻ ആണ്. Now because a majority of Guernica's men were away fighting on behalf of the Republicans at the time of the bombing, the town was populated mostly by women and children, which can also be seen in this painting. Now about the creation and composition, the composition of Guernica is divided into several segments, but then at the same time they are linked together. നമ്മൾ ക്യൂബിസ്റ്റ് പെയിൻറ്റിങ് നമ്മൾ പറഞ്ഞില്ലേ, അതായത് എന്താ, ഓരോന്നും ഓരോ സെക്ഷൻ പോലെ ആയിരിക്കും നമ്മൾ ഫീൽ ചെയ്യുക. ഓക്കെ, അതായത് നമുക്ക് ഒരു പെർട്ടിക്കുലർ തിങ്ങിനെ മാത്രമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. ഇൻസ്റ്റെഡ് വി ഹാവ് ടു ലുക്ക് അറ്റ് ഈച്ച് ഓഫ് ഇറ്റ് and then finally get it all together in our mind to understand what it is. അപ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് പെയിൻറ്റിങ്ങിൻ്റെ ഒരു ഇത് മനസ്സിലാവത്തുള്ളൂ, മീൻസ് മീനിങ് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. And but then at the same time they are linked together, as if Picasso wanted to be clear that this painting is a declaration not only of anti-war, verum anti-war ന്റെ മാത്രം ഒരു ഡിക്ലറേഷൻ അല്ല, but it should also be about the condition of the world and humanity. ആ വേൾഡിൻ്റെയും അതേപോലെ ഹ്യൂമാനിറ്റിയുടെയും കണ്ടീഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നതായിരിക്കണം ശരിക്കും പറഞ്ഞാൽ പെയിൻറ്റിംഗ് എന്നാണ് നമ്മുടെ പിക്കാസോ വിചാരിച്ചത് അല്ലെങ്കിൽ പറഞ്ഞിരുന്നത്. ഓക്കെ, നൗ സി ഇതിനുള്ളിൽ ഞാൻ പറഞ്ഞില്ലേ, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സറിയലിസ്റ്റ് പെയിൻറ്റിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. കാരണം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അതിനുള്ളിൽ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള, ശരിക്കും ഇപ്പോൾ ഗർണിക്കയുടെ ബോംബിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള ആക്ച്വൽ റെപ്രസെൻറ്റേഷൻ അവിടെ വേണ്ട, പക്ഷെ അതല്ല അവിടെ കാണിച്ചിരിക്കുന്നത്. പകരം സംതിങ് എൽസ് ഇസ് ദെയർ. ഓക്കെ, അത് നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും. വെൻ വി എക്സ്പ്ലെയിൻ ഇറ്റ് നമുക്കത് മനസ്സിലാക്കാം. എനിവേ, പക്ഷെ അല്ലാതെ നോക്കി നിങ്ങൾ കഴിഞ്ഞ ദിവസം ആ ഒരു പെയിൻറ്റിങ് കണ്ടതാണല്ലോ, കണ്ടാൽ നിങ്ങൾക്ക് തന്നെ അറിയാം ആക്ച്വൽ സംഭവമാണോ അതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്, അല്ല. ബട്ട് സംതിങ് എൽസ്, എവറിത്തിങ് ഇസ് ഡിസ്റ്റോർട്ടഡ് അല്ലേ, ജസ്റ്റ് ലൈക്ക് എനി സറിയലിസ്റ്റ് പെയിൻറ്റിങ് പോലെ. Like something in the mind is represented there, not the actuality. അപ്പോൾ അതുകൊണ്ട് തന്നെ സറിയലിസ്റ്റ് ഫീച്ചേഴ്സാണ് ഏറ്റവും കൂടുതലുള്ളത്. അറ്റ് ദ സെയിം ടൈം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ത്രൂ പാർട്സ്. അപ്പം ക്യൂബിസ്റ്റ് പെയിൻറ്റിങ് പോലെ ഓരോ പാർട്ടായിട്ട് ഇരിക്കുന്ന രീതിയിൽ, ബട്ട് അറ്റ് ദ സെയിം ടൈം ദേ ഷുഡ് ഓൾ കം ടുഗെദർ ഫോർ us to understand the meaning. സോ രണ്ട് മൂമെൻറ്റ്സിൻ്റെയും representation ആണ് actually Guernica. Now Guernica was painted using a madhouse paint specially formulated at Picasso's request to have the least possible gloss. അപ്പോൾ നിങ്ങൾക്കറിയാം, പൊതുവേ നമ്മൾ പെയിൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഈവൻ ഇപ്പോൾ നെയിൽ പോളിഷ് ആയാലും ശരി തന്നെ, നമ്മുടെ ലെതർ ആയാലും ശരി തന്നെ, എന്തിലും നമുക്കൊരു എപ്പോഴും ആ ഒരു ഫിനിഷ് എന്ന് പറയുമ്പോൾ ഫിനിഷിൽ രണ്ടെണ്ണമാണ് നമ്മൾ എപ്പോഴും റാൻഡം നമ്മൾ പറയാം, മീൻസ് ഓൾട്ടർനേറ്റ് ചെയ്യുക. ഇറ്റ്സ് ഈദർ മാറ്റ് ഓർ ഇറ്റ്സ് അതർ ഓർ the other one is the gloss one. Okay, അപ്പോൾ മാറ്റ് ഫിനിഷ് ഓർ ഗ്ലോസ് ഫിനിഷ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഗ്ലോസ് ഫിനിഷ് അല്ല വേണ്ട, കാരണം അത്രയ്ക്ക് ഗ്ലോസ്, കാരണം ഓഫ് കോഴ്സ് ഒരു വാറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇറ്റ് ഷുഡൻ ഹാവ് ദാറ്റ് ഗ്ലോസ് എഫക്റ്റ്. ഇൻസ്റ്റെഡ് ആ ഒരു റഫ് എന്നല്ല, മാറ്റിന് ഒരിക്കലും റഫ് വരത്തില്ല, ബട്ട് സ്റ്റിൽ മാറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും കുറച്ച് സോഫ്റ്റ് ആയിരിക്കും, ബട്ട് അറ്റ് ദ സെയിം ടൈം തന്നെ അതിൻ്റെ ഒരു ആ ഒരു പരുത്ത രീതിയിലായിരിക്കും നമുക്ക് ആസ് എ പെയിൻറ്റിങ് നമുക്ക് അങ്ങനെ ആയിരിക്കും അത് ഫീൽ ചെയ്യുക. ഓക്കെ, ഒട്ടും തന്നെ ഗ്ലോസ് ഇല്ലാത്ത ഒരെണ്ണമാണ് മാറ്റ് ഫിനിഷ് എന്ന് പറയുന്നത്. Now, American artist John Ferren assisted him in preparing this monumental canvas. ഓർമ്മിച്ച് വെച്ചേക്കുക, do write his name when you write this for exam. Now, Picasso, who rarely allowed strangers into his studio to watch him work, admitted influential visitors to observe his progress on Guernica, believing that the publicity would help the anti-fascist cause. Okay, യൂഷ്വലി പിക്കാസോ വരയ്ക്കുമ്പോഴത്തേക്കും ആരെയും അകത്ത് മീൻസ് ഓഫ് കോഴ്സ് തന്നെ വർക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സമ്മതിക്കത്തില്ലായിരുന്നു. പക്ഷേ ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പിക്കാസോ വുഡ് അലൗ ഇൻഫ്ലുവൻഷ്യൽ, നോട്ട് ഓൾ ബട്ട് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരെ പുള്ളി അകത്തേക്ക് കയറ്റി വിടുമായിരുന്നു. സോ ദാറ്റ് ഇറ്റ് വുഡ് എയ്ഡ് ദ ആൻറ്റി ഫാഷിസ്റ്റ് കോസ്. അപ്പോൾ ആൻറ്റി ഫാഷിസ്റ്റ് കോസ്, അതായത് ഈ നാഷണലിസത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു കോസിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്
ഇതിന് പറ്റും എന്ന് എത്രത്തോളം ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ കാണുന്നു അത്രത്തോളം ആൾക്കാർക്കും അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, ആ കോസിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിലാണ് അങ്ങനെ പുള്ളി ചെയ്തിരുന്നത്. ഓക്കെ, ആൻഡ് ആസ് ദിസ് വർക്ക് ഓൺ ദ മ്യൂറൽ പ്രോഗ്രസ് because I explained in the panel on which I am working, which I shall call Guernica, and in all my recent work of art I clearly express my abhorrence of the military caste which has sunk Spain in an ocean of pain and death. Okay, പുള്ളി വളരെ ആൻറ്റി ഫോർഷസ്റ്റ് ആൻഡ് ആൻറ്റി വാർ ആയിട്ടുള്ള അഡമൻ സ്റ്റാൻഡാണ് പിക്കാസോ എടുത്തിട്ടുള്ളത്. അതാണ് നമുക്ക് ഈ ഒരു ലൈൻസിൽ കാണാൻ കഴിയുക. പിക്കാസോ വർക്ക്ഡ് ഓൺ ദ പെയിൻറ്റിങ് ഫോർ 35 days ആൻഡ് ഫിനിഷ്ഡ് ഓൺ 4 June 1937. ഇത്രയും ഡേയ്സിൻ്റെ കാര്യം ഓർമ്മിക്കുക. ഓക്കെ, അപ്പോൾ അതൊന്നും എഗെയിൻ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എത്രത്തോളം വലിയൊരു പെയിൻറ്റിങ് ആണത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റാം. ആൻഡ് ഫിനിഷ്ഡ് ഇറ്റ് ഓൺ 4 June 1937. ഡേറ്റ് ഓർമ്മിച്ച് വെച്ചേക്കാം. Now, perhaps the most striking feature of Guernica is that it contains virtually no reference to the catastrophe which occasioned its production. See, Guernica bombardment ഒരു തരത്തിലുള്ള വെർച്വൽ റെഫറൻസും നമുക്ക് ആക്ച്വലി പെയിൻറ്റിങ്ങിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഫീച്ചർ. ഓക്കെ, നൗ there are no കാരണം of course ബോംബാർഡ്മെൻ്റ് അല്ലേ, അത് ഓഫ് കോഴ്സ് ഏരിയൽ ബോംബാർഡ്മെൻ്റ് ആയിരുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ശരിക്കും ഉദ്ദേശിക്കുന്നത് കാണേണ്ടത് എന്താണ്, എയർപ്ലെയിൻസ് ആണ് കാണേണ്ടത് അല്ലേ, ആൻഡ് ബോംബ്സ് കാണേണ്ടതാണ്. ബട്ട് ഓഫ് കോഴ്സ് we cannot see anything of that in Guernica, or of course the painting. There are no airplanes and bombs in Guernica, but the emphasis on destruction and death is there. പക്ഷേ ഇൻസ്റ്റെഡ് ആ ഒരു ഈ ബോംബ്സിൻ്റെയോ അല്ലെങ്കിൽ ഏരിയൽ ബോംബാർഡ്മെൻ്റ് ഒക്കെ തന്നെ അല്ലെങ്കിൽ ഏതൊരു വാറിൻ്റെയും not just modern modern warfareൻ്റേതായിട്ടുള്ള റെപ്രസെൻറ്റേഷൻസ് എന്നല്ല, പകരം ഏതൊരു വാറിൻ്റേതായിട്ടുള്ള റിസൾട്ടായിട്ടുള്ള ഡിസ്ട്രക്ഷൻ ആൻഡ് ഡെത്ത്, it is there in the painting. Now the most striking incongruity, however, is that Picasso chose the darkness of night when the bombing of Guernica took place on a sunny afternoon. Okay, and വേറൊരു സ്ട്രൈക്കിംഗ് ആയിട്ട് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ കാരണം ഗേർണിക്കയുടെ ശരിക്കുള്ളതാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ടൈമെങ്കിലും റെപ്രസെൻറ്റ് ചെയ്യേണ്ടതാണല്ലോ. ഓക്കെ, അപ്പോൾ ഗേർണിക്കയുടെ നമ്മൾ നേരത്തെ പറഞ്ഞു 4 മണിക്കാണ് ശരിക്കുള്ള ബോംബാർഡ്മെൻറ്റ് നടന്നത്. സോ ഒരു സണി ആഫ്റ്റർനൂണിൻ്റെ ടൈം. ഓക്കെ, പക്ഷേ നമ്മൾ ഇതിൻ്റെ അകത്ത് നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു മോണോക്രോമാറ്റിക്, ഓൾമോസ്റ്റ് മോണോക്രോമാറ്റിക് ആണ്, കാരണം വൈറ്റും ഗ്രേയും ബ്ലാക്കും മാത്രമാണ് ഇതിൻ്റെ വന്നിരിക്കുന്നത്. അപ്പോൾ ദാറ്റ് റെപ്രസെൻറ്റ്സ് ഓഫ് കോഴ്സ് നൈറ്റ്. ആൻഡ് ഓഫ് കോഴ്സ് ഇതിൻ്റെ അകത്തൊരു പെർട്ടിക്കുലർ ഫീച്ചർ പറയുന്നതിൽ തന്നെ ആക്ച്വലി ആ നൈറ്റിൻ്റേതായിട്ടുള്ള ഇതുണ്ട്, ലാമ്പും ബൾബും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെ ഡെഫിനറ്റ്ലി അത് നൈറ്റാണ് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ സോ ഈ ഒരു ടൈം ഡിഫറൻസ് കണ്ടെത്തുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആക്ച്വൽ ഗേർണിക്ക അല്ല അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്, ബട്ട് ഇൻസ്റ്റെഡ് ഇറ്റ് ഈസ് എ ക്രൈ അഗെയിൻസ്റ്റ് ഓൾ വാർസ് ഇൻ ദ വേൾഡ്, ഓർ destruction and death induced by war. Now this means because it was dealing with something that transcends any particular event. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇവൻറ്റിനെയും അതിനുള്ളിൽ ഒതുങ്ങുന്നതല്ല, അങ്ങനെ ഒരു കാര്യമല്ല ശരിക്കും പറഞ്ഞാൽ പുള്ളി ഈ ഒരു പെയിൻറ്റിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ട്രാൻസൻസ്, ഇറ്റ് ഗോസ് ബയോണ്ട് എനി പെർട്ടിക്കുലർ ഇവൻറ്റ്. Now historical event of Guernica is symbolic of the larger issue. അപ്പോൾ അതുതന്നെ ആ ഒരു ഹിസ്റ്ററിക്കൽ ഇവൻറ്റ് ഓഫ് ഗേർണിക്ക എന്ന് പറയുന്ന സിമ്പിൾ ഓഫ് ദ ലാർജർ ഇഷ്യൂ ആയിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഇൻ ദിസ് വർക്ക് പിക്കാസോ ഡസ് നോട്ട് ഇൻവെൻറ്റ് എനിത്തിങ് ന്യൂ ഫോർ ഹിസ് ആർട്ട്, ബട്ട് റാദർ പ്രസൻസ് ദ ഹയസ്റ്റ് ഫോം ഓഫ് ഓൾ ഹിസ് റിസൾട്ട്സ്. പുള്ളിയുടെ അതുവരെ ഉണ്ടായിരുന്ന ഞാൻ പറഞ്ഞ ക്യൂബിസ് ആൻഡ് സെർലെസ് ആയിട്ടുള്ള ഫീച്ചേഴ്സും, അതുപോലെ തന്നെ പുള്ളിയുടെ ഈവൻ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന പല സബ്ജക്ട്സ് പോലും പലപ്പോഴും പുള്ളിയുടെ മുന്നത്തെ വർക്ക്സിൽ നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ചില സബ്ജക്ട്സ് ആക്ച്വലി നമുക്ക് ഇതിനുള്ളിൽ ഉണ്ടെന്ന് പറയാൻ പറ്റും. Now so the artist tells a story with all the stylistic devices that he had explored and perfected during the previous decades, including simultaneous viewpoints, the reduction of color to almost monochrome, the elimination of perspective, the juxtaposition of representations, flatline drawings next to volumetric figures, the collapsing planes that fall towards the viewer instead of moving into the distance. Okay, അപ്പോൾ നമുക്ക് ഈ ഫീച്ചേഴ്സ് എല്ലാം വായിക്കുമ്പോൾ പറഞ്ഞത് ഇതിൽ രണ്ടിലും എന്തുണ്ട്, ഇതെല്ലാം പറയുന്നതിൽ നമ്മൾ ക്യൂബിസ്റ്റ് ആൻഡ് സെർലിയസ് ഫീച്ചേഴ്സ്
ഇതിനകത്തെല്ലാം ഉണ്ട് അല്ലേ. ഇപ്പോൾ സൈമിൾട്ടാനിയസ് വ്യൂ പോയിൻറ്റ്സ് ആണെന്ന് പറയുമ്പോഴത്തേക്കും തന്നെ ഓഫ് കോഴ്സ് നമുക്ക് പല വ്യൂ പോയിൻറ്റ്സ് നിന്ന് നമുക്കത് കാണാൻ പറ്റും. ഒരു ജസ്റ്റ് സെൻട്രൽ ആയിട്ടുള്ള വ്യൂ പോയിൻറ്റ് മാത്രമല്ല അതിനകത്തുള്ള സൈമിൾട്ടാനിയസ് ആയിട്ടുള്ള ഒരേ സമയം തന്നെ നമുക്ക് പല വ്യൂ പോയിൻറ്റ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. നെക്സ്റ്റ് വൺ, റിഡക്ഷൻ ഓഫ് കളർ ടു ഓൾമോസ്റ്റ് മോണോക്രോം. കളർ എന്ന് പറയുന്നത് പുള്ളിയുടെ നമ്മൾ പറഞ്ഞിട്ടില്ലേ, പുള്ളിയുടെ പലതിലും അവസാനം സെൻട്രലൈസ്ഡ് ആയിട്ട് വരും, പലതിലും ക്യൂബിസ് പെയിൻറ്റിങ്സിലാണ് ഒരു അവസാനം വരുമ്പോഴത്തേക്ക് കുറച്ചധികം കളർഫുള്ളായിട്ട് വരുന്നത്. പക്ഷേ ബോത്ത് നമ്മുടെ സെറിലസ് ആയാലും ക്യൂബിസ് ആയാലും പുള്ളിയുടെ ഏറ്റവും നല്ലതിലൊക്കെ തന്നെ എന്താണ് മോണോക്രോമാറ്റിക് ആണ്. ആൻഡ് ദെൻ ദ എലിമിനേഷൻ ഓഫ് പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത് ഇല്ല. അതായത് നമ്മൾ ഈ പറയുന്ന പോലെ ആരുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്നാണ് നമ്മൾ നോക്കേണ്ടത് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്. നമ്മൾ മൾട്ടിപ്പിൾ വ്യൂ പോയിൻറ്റ്സ് എന്ന് പറയുന്നില്ലേ, അതാണ് കാര്യം. ഓക്കെ, അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ വ്യൂ പോയിൻറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ സൈമിൾട്ടാനിയസ് വ്യൂ പോയിൻറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ പേഴ്സ്പെക്റ്റീവ് എന്നുള്ളത് ഇല്ല. Now, juxtaposition of representations, flat line എന്ന് വെച്ചാൽ എല്ലാ റെപ്രസെൻറ്റേഷൻസും പരസ്പരം ഇൻ്റർമിങ്കിൾഡ് ആണ്. Now, flat line drawings next to volumetric figures, അതായത് നമുക്കൊരു ബ്ലെൻഡഡ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ നമുക്ക് കാണുമ്പോൾ കഴിയാം. ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആപ്ലിക്കേഷൻ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്, കളേഴ്സ് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ കൊലാപ്സിങ് പ്ലെയിൻസ് ദാറ്റ് ഫോൾസ് ടുവേർഡ്സ് അത് മാത്രമല്ല ഒരു 3D എഫക്റ്റ് പോലെ നമുക്ക് എന്ന് വെച്ചാൽ അത് കാണുമ്പോൾ നിങ്ങൾക്ക് റിയൽ പെയിൻറ്റിങ് അത് നമുക്ക് കാണാൻ നിവർത്തിയില്ലല്ലോ. നമ്മളപ്പോൾ ഞാൻ പറയാം മ്യൂസിയം സോഫിയയിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഓഫ് കോഴ്സ് നേരിട്ട് കാണുന്നതിന് അത്രയില്ല, എന്നാലും പിന്നെയും എനിവേ ആ പെയിൻറ്റിങ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലിട്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ സാധാരണ പെയിൻറ്റിങ് ദൂരെ ഇരിക്കുന്ന പോലെ, പക്ഷെ അങ്ങനെയല്ല ഈ പെയിൻറ്റിങ്. പകരം നമുക്ക് നമ്മുടെ നേരെ വീഴുന്ന കണക്കിൽ നമ്മൾ നേരെ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആ ഒരു എഫക്റ്റ് 3D എക്സാക്ട് 3Dയുടെ അല്ല, ബട്ട് സ്റ്റിൽ നമുക്ക് ആ ഒരു എഫക്റ്റ് എന്ന് വെച്ചാൽ അതിങ്ങനെ പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്ന ഒരു എഫക്റ്റ് അത് നമുക്കുണ്ട്. Now the space Picasso has chosen to describe is an interior room that has been gutted by bombardment. And ഇത് പുള്ളി കാണിച്ചിരിക്കുന്ന ഒരു സെറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എനിവെയർ ഔട്ട്സൈഡ് ബട്ട് ഇൻസൈഡ് റൂം. ഓക്കെ, ഒരു റൂമിന് ഉള്ളിലെ ഇതാണ് കാണിച്ചത്, ഇൻറ്റീരിയർ റൂമാണ് കാണിച്ചിരിക്കുന്നത് വിച്ച് ഹാസ് ബീൻ ഗട്ടഡ് ബൈ ബോംബാർഡ്മെൻറ്റ്. നൗ ദ സീൻ ഒക്കേഴ്സ് വിത്തിൻ എ റൂം വേർ, അപ്പോൾ നമ്മുടെ മെയിൻ സബ്ജക്ട്സിന് പറയുകയാണ് പെയിൻറ്റിങ്ങിൽ, വിത്തിൻ എ റൂം വേർ ഓൺ ദ ലെഫ്റ്റ് എ വൈഡ്-eyed bull stands over a grieving woman holding a dead child in her arms. അപ്പം നമുക്കറിയാം ഫ്രം ദ ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാലായിട്ട് ഒരു വൈഡ് മോളിൽ ഓക്കെ വൈഡ്-eyed bull നിൽപ്പുണ്ട്. ഇറ്റ് സ്റ്റാൻഡ്സ് ഓവർ എ ഗ്രീവിങ് വുമൻ. ഓക്കെ, ആ ബുള്ളിൻ്റെ തൊട്ട് താഴെയായിട്ട് ആരുണ്ട്, ഒരു വുമൻ ഉണ്ട്. ഷീ ഈസ് വെയിലിംഗ് വിത്ത് ഹർ ചൈൽഡ് ഇൻ ഹർ ആംസ്. ഇൻ ദ സെൻറ്റർ ഓഫ് ദി റൂം, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഹോഴ്സിനെയാണ്. ഓക്കെ, ദ സെൻറ്റർ, ആ ഹോഴ്സാണ് ആക്ച്വലി സെൻറ്റർ പൊസിഷനിൽ വന്നിരിക്കുന്ന ഹോഴ്സാണ്. ഹോഴ്സ് ഫോൾസ് ഇൻ എഗനി വിത്ത് എ ലാർജ് ഗേപ്പിംഗ് ഹോൾ ഇൻ ഇറ്റ്സ് സൈഡ്, ഒരു ഗേപ്പിംഗ് ഹോൾ എൻ്റെ സൈഡിലുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഹാഡ് ജസ്റ്റ് ബീൻ റൺ ത്രൂ ബൈ എ സ്പിയർ ഓർ ജാവലിൻ അത് കുത്തി ഇരിക്കുന്നതായിട്ട് നമുക്കതിനെ കാണാൻ പറ്റും. Now the horse appears to be wearing chainmail armor decorated with vertical tally marks arranged in rows. നിങ്ങൾക്ക് അത് കാണുമ്പോൾ അറിയാം ഇങ്ങനെ നിറയെ ടാലൻ മാർക്സ് പോലെ അതിനകത്ത് കൊടുത്തത് നമ്മൾ പെയിൻറ്റിങ്ങിൽ ഞാൻ കാണിച്ചു തരാം, ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, maybe probably it was a part of this war എന്നുള്ളതായിരിക്കാം. And of course it's a victim of the war. Now a dead and dismembered, അപ്പോൾ ആ ഹോഴ്സിൻ്റെ താഴെയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഡെഡ് ആൻഡ് ഡിസ്മെമ്പേർഡ് സോൾജർ ആണ് who lies under the horse. The hand of his severed right arm grasps a shattered sword. ആ കൈ മുറിഞ്ഞു കിടക്കുന്ന കയ്യിൽ എന്തുണ്ട് അപ്പോഴും ഇങ്ങനെ പിടിച്ച് വെച്ചിരിക്കുന്നത് ഒരു സ്വോർഡാണ് ഫ്രം വിച്ച് എ ഫ്ലവർ ഗ്രൂസ്. ആ സ്വോർഡിൻ്റെ സൈഡിൽ കൂടെ തന്നെ എന്താണ് ഒരു ഫ്ലവർ നിൽക്കുന്നത് കാണാം. ഓക്കെ, either he was holding that as well. Now the open palm of the soldier's left hand contains a stigma, a symbol of martyrdom derived from the stigma of Christ. അപ്പം അതിൽ നമുക്ക് ആക്ച്വലി കൈൻഡ് ഓഫ് സ്റ്റിഗ്മ ഓഫ് ക്രൈസ്റ്റ് ആയിരിക്കും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. ജസ്റ്റ്
ഒരു ഇത് മാത്രം പറഞ്ഞേ ഉള്ളൂ. ബെയർ ലൈറ്റ് ബൾബ് ഇൻ ദ ഷേപ്പ് ഓഫ് ഇനി ഈ ഹോസിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഓക്കെ ദർ ഇസ് എ ലൈറ്റ് ബൾബ്, അല്ലെങ്കിൽ ലൈറ്റ് ബൾബ് എന്നോ സണ്ണെന്നോ അങ്ങനെ പല രീതിയിലാണ് ആൾക്കാർ വിളിക്കുക. സണ്ണായിട്ട് പറയുന്നുണ്ട്, ലൈറ്റ് ബൾബായിട്ട് പറയുന്നുണ്ട്, ആൻഡ് ഈവൻ ആൻ ഐ എന്നും പറയുന്നുണ്ട്. എനിക്കത് കണ്ടപ്പോൾ it both symbolizes an eye and a light bulb എന്നാണ് എനിക്ക് തോന്നിയത്. I have described it later. Now to the horse's upper right, a frightened female figure appears to have floated into the room through a window. And എന്താ നമ്മുടെ ഹോസിൻ്റെ അപ്പുറത്തായിട്ട് പിന്നീട് ഉള്ളത് ഒരു ഫ്ലോട്ടിംഗ് ഹെഡാണ് which appears to be holding a lamp. ഓക്കെ, ആൻഡ് അവർ ഒരു വിൻഡോയിലൂടെ എന്താ തല അകത്തേക്ക് വരുന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. ആൻഡ് വിറ്റ്നസ് ദ സീൻ ദെൻ ഷീ ക്യാരീസ് എ ഫ്ലെയിം ലിറ്റ് ലാമ്പാണേ, ആലോചിക്കുക അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ പറയാം. ആൻഡ് ഹോൾസ് ഇറ്റ് നിയർ ദ ബെയർ ബൾബ്. From the right below the floating figure, an awe-struck woman staggers toward the center. അതുപോലെ ആ ലൈറ്റിനെ നോക്കിക്കൊണ്ട്, ആ ലാമ്പിൻ്റെ ലൈറ്റിനെ നോക്കിക്കൊണ്ട് താഴെ ഈ എന്താ പിയറിംഗ് വിമൻ്റെ താഴെ വേറൊരു വുമൺ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഷീ ഈസ് ലുക്കിംഗ് അറ്റ് ദിസ് ലാമ്പ്. ഡവ് ഇസ് സ്ക്രൈബ്ഡ്. ഇനി ഇതിനിടയിൽ വേറൊരു കാര്യം കൊണ്ട് നമ്മുടെ ബുള്ളിൻ്റെയും ഹോസിൻ്റെ ഇടയിൽ ഒരു ഡവ് എന്ന ആക്ച്വലി ഡവ് ആണെന്നാണ് കൂടുതൽ ഇൻ്റർപ്രിട്ടേഷൻസും ഉള്ളത്. പക്ഷേ ഇറ്റ്സ് ജസ്റ്റ് ബേർഡ്. എനിക്ക് കണ്ടിട്ടൊരു ഡക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിവേ ലെറ്റ്സ് കോൾ ഇറ്റ് എ ബേർഡ്. നൗ ഇറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് on the wall behind the bull, part of its body comprising a crack in the wall through which bright light from outside shines. Okay, അപ്പോൾ അതിനിടയിൽ ആ ഡവിൻ്റെ ഇടയിൽ എന്താ ഒരു ക്രാക്ക് കാണാം നമുക്ക്, അതിലൂടെ ലൈറ്റ് ഷൈൻ ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. ആക്ച്വലി ഐ തോട്ട് ഇറ്റ്സ് എ ഗോർ അല്ലെങ്കിൽ വൂണ്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ വൺ ഓഫ് ദി ഇൻ്റർപ്രിട്ടേഷൻ ഇറ്റ് വാസ് ലൈറ്റ്. Now on the far right, her fourth woman, her arms raised in terror, is entrapped. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ പിയറിംഗ് വുമൻ്റെ തൊട്ട് ബാക്കിലായിട്ട് there is another person. ഇതിനകത്ത് പലയിടത്തും അത് എന്താ വുമൺ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് ഐ എം നോട്ട് ഷുവർ ഇഫ് ഇറ്റ് വാസ് എ വുമൺ. ഓക്കെ, എനിവേ വുമൺ എന്ന് വിളിക്കാം. കൂടുതൽ ഇൻ്റർപ്രിട്ടേഷൻസും വുമൺ എന്നായിരുന്നേ. സോ ഓൺ ദ ഫാർ റൈറ്റ്, എ ഫോർത്ത് വുമൺ, her arms raised in terror and is entrapped by fire from above and below. അവർ ആരോഗ്യം ഒരു ഫോളിംഗ് വുമൺ എന്നാണ് അതിനെ പറയുക. അവരിങ്ങനെ എന്താ തീയാൽ എംപ്ലേസ് ചെയ്യപ്പെട്ട രീതിയിലാണ് അവരെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഓൺ ദ ഫോർ റൈറ്റ് പറഞ്ഞു ഹർ റൈറ്റ് ഹാൻഡ് സജസ്റ്റ് ദ ഷേപ്പ് ഓഫ് ആൻ എയർപ്ലെയിൻ, എ ഡാർക്ക് വോൾ. അത് ജസ്റ്റ് ആൻ ഇൻ്റർപ്രിട്ടേഷൻ. നമ്മൾ എന്താ റീഡിങ് ബിറ്റ്വീൻ ലൈൻസ് എന്ന് പറഞ്ഞ് റീഡ് ചെയ്യുമ്പോഴത്തേക്കാണ് ആ എയർപ്ലെയിനൊക്കെ കാണാൻ കഴിയുക. നൗ ഡാർക്ക് വോൾ with an open door defines the right side of the room. No work of art could have powerful effect that Guernica has, as its meaning is deeply concealed and difficult to discover. അപ്പോൾ നിങ്ങൾ ഇത്രയും തന്നെ നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് എന്താണ് ബേസിക്കലി നമുക്ക് മനസ്സിലാവാം. ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് ആ ഡിസ്ട്രക്ഷൻ ആൻഡ് ഡെസ്പെയർ ആണെന്നുള്ള കാര്യത്തിൽ നമ്മൾ മൊത്തത്തോടെ എടുത്ത് കാണിക്കുമ്പോഴത്തേക്കാണ് ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സിംഗിൾ എലമെൻ്റ് ആയിട്ടുണ്ടാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പാടായിരിക്കും. ഫോർ എക്സാമ്പിൾ ദ മദർ വെയിലിംഗ് ഫോർ ഹർ ചൈൽഡ്, ഇറ്റ് ഹാപ്പൻസ് എനി ഡേ ഓർ എവറി ഡേ അല്ലേ. പല അമ്മമാരുടെയും പല കുട്ടികളും മരിക്കുന്നുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഏത് കുഞ്ഞു മരിച്ചാലും ഏതൊരു അമ്മയ്ക്കും വിഷമം തന്നെയായിരിക്കും. ആൻഡ് ദേ ക്രൈസ് ആൻഡ് ദേ വെയിൽസ് അല്ലേ. പക്ഷേ ഇവിടെ അതിൻ്റെ ബാക്കി അവരുടെ കരച്ചിൽ മുകളിലോട്ട് നോക്കി ആ ബുള്ളിനെ നോക്കിക്കൊണ്ടുള്ള ഇതും ആ ബുള്ളും ആ ഹോസും തമ്മിലുള്ള ആ ഒരു ഇതും റിലേഷനും അതെല്ലാം കൂടെ കണക്കൂട്ടി വായിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കുള്ള ഡിസ്ട്രക്ഷൻ ആൻഡ് ഡീകേ ദെൻ ദ റിസൾട്ട് ഓഫ് വാർ ആസ് സച്ച് ഇതിനെക്കുറിച്ച് നമുക്ക് ശരിക്കും മനസ്സിലാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഓരോ പേഴ്സ്പെക്റ്റീവ്സ് ആയിട്ട് എടുത്തിട്ട് യാതൊരു കാര്യമില്ല, എല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, so let's analyze each of these features in it. Now first one, color darkness. അപ്പോൾ നമുക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഗനിക്കയുടെ ബോംബാർഡ്മെൻ്റ് എന്ന് പറയുന്നത് 4 മണിക്കാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഓഫ്കോഴ്സ് പിക്കാസോ റെപ്രസെൻറ്റ്സ് നൈറ്റ് ഇൻ ദിസ് പെയിൻറ്റിങ്. ആൻഡ് അതുകൊണ്ട് തന്നെ യൂസ് ചെയ്തിരിക്കുന്ന ഷെയ്ഡ്സ് എന്ന് പറയുന്നത് ഗ്രേ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമാണ്. Now Guernica was painted completely in black, white and several intermediate shades of grey. It is the blacks and sombre greys which predominate, and even white പോലും ഇങ്ങനെ ഒരു
കുറഞ്ഞ ലെവലിലാണുള്ളത്. ഇൻസ്റ്റെഡ് ബ്ലാക്കും ഗ്രേസുമാണ് മേജറായിട്ട് നിൽക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ, അത് കൂടുതലായിട്ട് സ്ട്രൈക്കിംഗ് ആയിട്ട് നിൽക്കുന്നത് ഓഫ് കോഴ്സ് ബ്ലാക്കും ഗ്രേയുമാണ്. ദസ് ഗിവിങ് ദ കമ്പോസിഷൻ എ ഫീലിംഗ് ഓഫ് ബീയിങ് ഷ്രൗഡഡ് ഇൻ ദ ഡാർക്ക്നെസ് ഓഫ് നൈറ്റ്. അതുകൊണ്ട് തന്നെ ആ ഒരു നൈറ്റിൻ്റേതായിട്ടുള്ള ഡാർക്ക്നെസ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. Now it is not the darkness of Guernica, but the dark despair, that gloom into which the world was being immersed by the forces of war and destruction. പക്ഷേ ഇതൊരു ഡാർക്ക്നെസ് ഓഫ് ദ നൈറ്റ് അല്ല അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ബട്ട് ദ ഡാർക്ക് ഡെസ്പെയർ ആൻഡ് ഗ്ലൂം ഇൻ ടു വിച്ച് ദ വേൾഡ് വാസ് ബീയിങ് ഇമേഴ്സ്ഡ് ബൈ ദ ഫോഴ്സസ് ഓഫ് വാർ ആൻഡ് ഡിസ്ട്രക്ഷൻ. ഓക്കെ, അത് വാർ ആൻഡ് ഡിസ്ട്രക്ഷൻ നമ്മുടെ വേൾഡ് ഇമേഴ്സ് ചെയ്യപ്പെടുന്ന ആ ഒരു ഡാർക്ക്നെസ്സിനെ കുറിച്ചാണ്. അതിൽ നിന്ന് വരുന്ന ഡാർക്ക്നെസ്സും ഡെസ്പെയർ ആൻഡ് ഗ്ലൂമാണ് ശരിക്കും പറഞ്ഞാൽ ഈ പെയിൻറ്റിങ്ങിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഓഫ് കോഴ്സ് ഷെയ്ഡ്സ് ഓഫ് ഗ്രേ. നിങ്ങൾ രാത്രിയായാലും തന്നെ നമ്മൾ ലൈറ്റ് എവിടെയെങ്കിലും ഒരു ലൈറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെതായ വെളിച്ചം എന്ന് പറയുന്ന വലിയ ഭയങ്കരമായ ആശ്വാസമാണല്ലോ. ഓക്കെ, സോ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഓഫ് കോഴ്സ് ഡാർക്ക്നെസ് ഉണ്ടായാൽ മാത്രമേ ലൈറ്റ് ഉണ്ടാവുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാവും. സോ ഡാർക്ക്നെസ് ഇസ് നോട്ട് ആക്ച്വലി ബാഡ് തിങ്, ഇറ്റ് ഈസ് എ ഗുഡ് തിങ്. കാരണം ഡാർക്ക്നെസ് ഉണ്ടായാൽ മാത്രമേ ലൈറ്റിൻ്റെ വില എന്താണെന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ അത് അങ്ങനെയല്ല. ഈ ഷെയ്ഡ്സ് ഓഫ് ഗ്രേയും ബ്ലാക്കും എല്ലാം കൂടെ ചേരുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് നോട്ട് എൻറ്റയർലി ലൈറ്റ്. ഒരു ലൈറ്റ് കൊണ്ട് മാത്രം ഡിമിനിഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് എൻ്റെ ലാമ്പ് കൊണ്ടോ ഇലക്ട്രിക് ബൾബ് കൊണ്ടോ ഒക്കെ തന്നെ എൻ്റെ ആ ഒരു ഡാർക്ക്നെസ് ഇല്ലാണ്ടാക്കേണ്ടതാണ്. പക്ഷെ അങ്ങനെയല്ല, ദ ഡാർക്ക്നെസ് still persists, and it is because of course it is not the darkness of the night, but it is the darkness of war and destruction. Okay, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരിക്കലും തന്നെ ഒരു ലാമ്പ് കൊണ്ട് ആ ഡാർക്ക്നെസ് ഇല്ലാണ്ടാക്കാൻ പറ്റുന്നതല്ല. Now, the darkness implied in Guernica becomes a symbol of unknown terror and hopelessness. And then the Guernica imply ചെയ്തിരിക്കുന്ന darkness it becomes a symbol of unknown terror and hopelessness. Okay, അതാണ് അത് ശരിക്കും അവിടെ ഇംപ്ലൈ ചെയ്യുന്നത്. Now, Picasso chose to paint Guernica in a stark monochromatic palette of grey, black and white. This may reflect his initial encounter with the original newspaper reports and photographs in black and white, or perhaps it suggested to Picasso the objective factuality of an eyewitness report. ഞാൻ നേരത്തെ പറഞ്ഞ ടൈംസിൽ ന്യൂയോർക്ക് ടൈംസിലൊക്കെ വന്ന റിപ്പോർട്ട് ആ പുള്ളി വായിച്ചിട്ട് അതിൽ നിന്നാണ് പുള്ളി മെയിൻ സോഴ്സായിട്ട് പുള്ളി കണ്ടത്. അപ്പോൾ ഓഫ് കോഴ്സ് അതുകൊണ്ട് തന്നെ നമുക്കത് വായിക്കുമ്പോൾ പ്രത്യേകിച്ച് ഹോൾ തിങ് എടുത്ത് നോക്കുമ്പോൾ നമുക്കൊരു ന്യൂസ് പേപ്പറിൻ്റെ ഷെയ്ഡ്സ് നമുക്ക് കാണാൻ പറ്റും. ന്യൂസ് പേപ്പർ വായിക്കുന്നതിൻ്റെ ആ ഒരു എഫക്റ്റ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, ആ രീതിയിലുള്ള ഫോട്ടോഗ്രാഫ്സ് അല്ല, ആ രീതിയിൽ ഒറിജിനൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൻ്റെ അതിൻ്റേതായിട്ടുള്ളൊരു റിഫ്ലക്ഷൻ നമുക്ക് അതിനുള്ള കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, നൗ ഡോക്യുമെൻ്ററി ക്വാളിറ്റി ഈസ് ഫർദർ എംഫസൈസ്ഡ് ബൈ ദ ടെക്സ്ചേർഡ് പാറ്റേൺ ഇൻ ദ സെൻറ്റർ ഓഫ് ദ പെയിൻറ്റിംഗ് ദാറ്റ് ക്രിയേറ്റ്സ് ആൻ ഇല്യൂഷൻ ഓഫ് ന്യൂസ് പേപ്പർ. പ്രത്യേകിച്ച് ആ ഹോഴ്സിൻ്റെയൊക്കെ ആ ഭാഗത്ത് വരുന്ന ഇതിൽ നേരത്തെ ടാലൻ മാർക്സ് പോലെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഓക്കെ, നമ്മുടെ ചെയിൻ മെയിൽ ആമർ ധരിച്ചിരിക്കുന്ന പോലെയാണ് ഒരു ഇതിൽ തോന്നുന്നത്, ആ ഒരു ഇൻ്റർപ്രിട്ടേഷൻ വരുന്നത്. ബട്ട് അതർവൈസ് അത് നമുക്ക് ഈ പറയുന്ന പോലെ ഒരു ഡോക്യുമെൻ്ററി ക്വാളിറ്റി എംഫസൈസ് ചെയ്യത്തക്ക രീതിയിലുള്ള ടെക്സ്ചേർഡ് പാറ്റേൺ ആണ് ശരിക്കും അതിൽ പുള്ളി കൊടുത്തിരിക്കുന്നത്. അത് ഓഫ് കോഴ്സ് നമ്മുടെ ന്യൂസ് പ്രിൻറ്റിനെ ഒരു ഇല്യൂഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഓഫ് കോഴ്സ് ആ ഒരു ഇറ്റ് ഈസ് ഓൾസോ ഡെഡിക്കേഷൻ ടു ദാറ്റ് ഐ വിറ്റ്നസ് റിപ്പോർട്ട് ആൻഡ് that came in Times and New York Times. ഓക്കെ, അതായത് ഇത്തരത്തിലുള്ള ആട്രോസിറ്റീസ് എവിടെയെങ്കിലും നടക്കുമ്പോൾ നമുക്ക് മുന്നിലെത്തിക്കുന്നത് ആരാണ്? ബേസിക്കലി ഓഫ് കോഴ്സ് മീഡിയ അല്ലേ. അത് ഓഫ് കോഴ്സ് ട്രൂ മീഡിയ ആണെന്നുണ്ടെങ്കിൽ അവർ അതേപോലെ അത് റിപ്രസെൻ്റ് ചെയ്തിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന മീഡിയയ്ക്കുള്ള ഒരു ട്രിബ്യൂട്ടും കൂടെ ആയിട്ട് നമുക്കിത് കാണാം, ആ ഒരു ഷെയ്ഡ്സ് ഓഫ് it. Okay, now the sharp alternation of black and white contrast across the painting surface also creates dramatic intensity, a visual kinetic energy of jagged movement. Okay, പിന്നെ അതുപോലെ a black and white contrast across the painting. Okay, അതൊരു dramatic intensity ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മാർഗം കൂടെയായിരുന്നു. ആൻഡ് ഒരു വിഷ്വൽ കിനറ്റിക് എനർജി ഓഫ് ജാഗ്ഡ് മൂവ്മെൻറ്റ് എന്ന് വെച്ചാൽ ഒരു ജാഗ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, സ്മൂത്ത് അല്ലാത്തൊരു മൂവ്മെൻറ്റ്. ഓക്കെ, അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആക്ച്വലി ഈ ഒരു പറയുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോൺട്രാസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Now let's move on to the subjects of the painting. So these subjects include first animals. Two of the most prominent figures in Guernica are not humans. They are a wounded horse
which occupies a critically important position in the center of the composition, and a huge bull that stands at the left of the മ്യൂറൽ. ഓക്കെ, അപ്പോൾ ഗനിക്കയിൽ ശരിക്കും പറഞ്ഞാൽ സെൻട്രൽ ഉള്ള 2 ഫിഗേഴ്സ് നമ്മുടെ പെട്ടെന്ന് തന്നെ നമ്മുടെ കണ്ണ് എത്തുന്നത് പോസിബിലി ടു ദീസ് 2 ഫിഗേഴ്സാണ്. ഒന്ന് എ ബുൾ, റേജിങ് ബുൾ ആണെന്ന് നമുക്ക് പറയാം. 2 എ ഹൗസ്. ഇത് മാത്രമല്ല ആനിമൽ ഫിഗേഴ്സ് ആയിട്ടുള്ളത് ഇത് 2 മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബേർഡും ഉണ്ട്. പക്ഷേ സെൻട്രൽ ഫിഗേഴ്സിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നൗ ദ ഹോഴ്സ്. ഓക്കെ, നമുക്ക് ആദ്യം ഹോഴ്സ് വെച്ച് തുടങ്ങാം. സി ദിസ് ഈസ് ദ ഹോഴ്സ് ആസ് ഇറ്റ് ഈസ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ടാൽമാക്സ് പോലെ ആ ചെയിൻ മെയിൽ ആമ പോലെ. ഓക്കെ, അതാണ് ആ ഒരു മാർക്സ് പോലെ ഇങ്ങനെ കാണുന്നത് നമുക്ക് കാണാം. ഓക്കെ, സി ഇതാണ് ഞാൻ പറഞ്ഞത്. അറ്റ് ദ സെയിം ടൈം തന്നെ എന്താ നമ്മുടെ ന്യൂസ് പേപ്പറിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നതും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തോന്നുന്നു ഇത്രയും ഈ ഒരു ഇതൊക്കെ ചോദിക്കാൻ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ സി ഈ ഒരു നിങ്ങൾ ഈ ഇപ്പം ഞാൻ സൂം ഇൻ ചെയ്ത ആ ഒരു ഭാഗം നമ്മൾ നല്ല ചെറുതായിട്ട് ഇങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ന്യൂസ് പേപ്പർ പ്രിൻറ്റിലെ അക്ഷരങ്ങൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ഫീൽ നമുക്കുണ്ട്. അപ്പോൾ സി നമ്മുടെ ഹോഴ്സിൻ്റെ എടുത്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഹോഴ്സിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം ദിസ് ഈസ് വൂണ്ടാണിത്. അതുപോലെ തന്നെ ഇവിടെ ഒരു കമ്പ് പോലെ നിൽക്കുന്നില്ലേ, ദാറ്റ് ഈസ് എ സ്പിയർ. സ്പിയറിൻ്റെ എൻഡ് നമുക്കിവിടെ കാണാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഹോഴ്സ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം സി അത് ബാക്കിലോട്ട് നോക്കുകയാണ്. ബാക്കിൽ നമ്മുടെ മെയിൻ പെയിൻറ്റിങ് എടുക്കുമ്പോൾ അറിയാം അവിടെ മറ്റേ ബുള്ളാണ് നിൽക്കുന്നത്. ആൻഡ് ഓൾസോ റിമെമ്പർ സി അതിൻ്റെ നാവ് കണ്ടായിരുന്നു. ഓക്കെ, ഇറ്റ് ഈസ് ഷേപ്ഡ് ലൈക്ക് ലൈക്ക് എ സ്പിയർ. നോട്ട് ദാറ്റ് ഇറ്റ്സ് ആക്ച്വൽ സ്പിയർ ഓർ സംതിങ്, ബട്ട് അത് ഇതിനുള്ള എല്ലാ ഈ പെയിൻറ്റിങ്സിൽ 3 ക്യാരക്ടേഴ്സിൻ്റെയും നാവെന്ന് പറയുന്നത് ഈ ഒരു ഷാർപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, സോ ദിസ് ഈസ് ദ ഹോഴ്സ്. ഓക്കെ, നൗ ദ എക്സ്പ്ലനേഷൻ ഓഫ് the subject. The horse takes on a particular importance even if only by virtue of its size and position in the painting. Horse തന്നെ ഞാനിത് ആദ്യം കൊടുക്കാനുള്ള റീസൺ തന്നെ എന്ന് വെച്ചാൽ അതിൻ്റെ വേർച്യൂ, അതിൻ്റെ സൈസ്. ഓക്കെ, സി ഓരോ സബ്ജക്ട് 3 സബ്ജക്ട്സ് ഉണ്ടല്ലോ. അപ്പോൾ ഈ 3 സബ്ജക്ട്സിനുള്ള ഹോഴ്സിൻ്റെ സൈസ് എന്ന് പറയുന്നത് കുറച്ച് വലുതാണ് compared to the others. Of course there is the other one being bull, even if only by virtue of its size and position in the painting. And of course അത് മാത്രമല്ല പൊസിഷൻ ഓഫ് കോഴ്സ് സെൻറ്റർ. നമുക്കറിയാം നമ്മൾ മുന്നേയൊക്കെ നമ്മൾ പഠിച്ച പല പെയിൻറ്റിങ്സിലും എന്താണ് സെൻറ്റർ പൊസിഷനിൽ വരുന്ന സബ്ജക്റ്റിനാണല്ലോ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ സെൻറ്റർ പൊസിഷനിൽ വരുന്നത് ഹോഴ്സാണ്. ഹോഴ്സ് മാത്രമല്ല എന്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് വരുന്നത്, എല്ലാ സബ്ജക്ട്സിനും അതേപോലെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ ഒരു സെൻട്രൽ പൊസിഷൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ ആക്ച്വലി അതിനൊരു പ്രോമിനൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. Now its flank bears a large triangular wound. There is a lance buried deep in its side. ഞാൻ നേരത്തെ കാണിച്ചതല്ലോ. The horse seems to be writhing in agony, its head wrenched around high over its back and its mouth torn open by a cry of pain. Okay, നമുക്കറിയാം അതിൻ്റെ ഹെഡ് ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് writhing in agony. That's why അതിൻ്റെ മൗത്ത് ഗേപ്പായിട്ട് വെച്ചിരിക്കുക അല്ലേ. ഗേപ്പ് മീൻസ് ഓഫ് കോഴ്സ് തുറന്ന് വെച്ചിരിക്കുക അല്ലേ. ആൻഡ് seems to be opened by a cry of pain അല്ലേ. Now the horse must be viewed as a victim of the unseen aggressor. കാണാൻ പറ്റാത്ത ആ ഒരു വാർ എന്ന് പറയുന്നതിൻ്റെ അൺസീൻ അഗ്രസറിൻ്റെ ഒരു വിക്റ്റിമായിട്ട് നമുക്ക് ഹോഴ്സിനെ എടുക്കാം. Now some scholars interpret the horse and the bull as representing the deadly battle between the Republican fighters and Franco's fascist army. ഓക്കെ, ചിലരൊക്കെ തന്നെ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടുള്ളതായിട്ട് ഈ പറയുന്നത് ബുള്ള് റെപ്രസെൻ്റ് ചെയ്യുന്നത് ദ ഫാഷിസ്റ്റ് ആർമിയും ഫ്രാങ്കോയുടെ ഫാഷിസ്റ്റ് ആർമിയും ആൻഡ് ഈ ഹോഴ്സ് റിപ്പബ്ലിക്കൻ ഫൈറ്റേഴ്സിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ചിലരെങ്കിലും ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആക്ച്വലി പിക്കാസോ അത് ഡിനൈ ചെയ്തിട്ടുണ്ട്. Now characteristic of his cubist paintings, at least about the bull. Okay, characteristic of his cubist paintings, Picasso had sometimes represented different viewpoints simultaneously. അപ്പോൾ ക്യൂബിസ്റ്റ് പെയിൻറ്റിങ്സ് വെച്ച് നോക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് അനുസരിച്ച് പല വ്യൂ പോയിൻറ്റ്സ് സൈമിൾട്ടേനിയസ്ലി കാണിക്കുന്നുണ്ടല്ലോ. In the head of the horse the viewer can see both the inside and outside of its mouth. This makes its cry anguish more dramatic. അതിൻ്റെ വാഴ്ത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇൻസൈഡും ഔട്ട്സൈഡ് ഓഫ് ദ മൗത്ത് നമുക്ക് കാണാൻ കഴിയും. അതായത് ഇൻക്ലൂഡിങ് ദ പാലറ്റ്സ് നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, ഇൻക്ലൂഡിങ് ദ പാലറ്റ്സ് വരെ നമുക്ക് പാലറ്റ് വരെ നമുക്ക് കാണാൻ കഴിയും. ഓഫ് കോഴ്സ് ആ ഒരു ആംഗ്വിഷ് അത് കാണിക്കാനായിട്ടാണ് പുള്ളി അങ്ങനെ വരച്ചിരിക്കുന്നത്, കുറച്ചൊരു ഡ്രമാറ്റിക് ആക്കാൻ വേണ്ടിയിട്ട്. Now the next subject is the bull.
ആസ് യു ക്യാൻ സി ബുള്ളിനെ മാത്രമായിട്ട് എടുക്കാനായിട്ട് പറ്റത്തില്ലായിരുന്നു. സോ അതുകൊണ്ടാണ് നമുക്ക് വെയിലിംഗ് വുമനും കൂടെ അതിൻ്റെ അടുത്ത് വന്നത്. ബട്ട് ഇത്രയും വരുന്നതാണ് ആക്ച്വലി നമ്മുടെ ബുള്ളിൻ്റെ ആ ഒരു ഇത് വന്നത്. ആൻഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ട് ബുള്ളിൻ്റെ ഹെഡ് ഓക്കെ ഇത് ഡിസ്റ്റോർട്ടഡ് ആയിട്ടാണ് അതിൻ്റെ കണ്ണുകൾ കൊടുത്തിരിക്കുന്നത്. ബട്ട് ഓഫ് കോഴ്സ് ബാക്കി കൊമ്പ് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ with eyes and ears are distorted. Okay, now ഇതിൻ്റെ ഫ്ലാങ്കാണ് ബാക്ക് പാർട്ടാണ് അത് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇറ്റ് ഇസ് ഓഫ് കോഴ്സ് ബുള്ളാണെന്ന് നമ്മൾ അങ്ങനെയാണല്ലോ മനസ്സിലാക്കുന്നത്. ഓക്കെ, ടെയിൽ നമുക്ക് കാണാം. ഇറ്റ് ലുക്സ് ലൈക്ക് സം കൈൻഡ് ഓഫ് ഒരു സ്കാർഫ് പറക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബട്ട് അങ്ങനെയല്ല, അങ്ങനെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഒരിടത്തും ഞാൻ വായിച്ചില്ല. നൗ എനിക്ക് വേറൊരു കാര്യം ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ കാലിൻ്റെ സപ്പോസഡ്ലി if this is it's like okay it looks like a shoe, right? ഒരു എന്താ ഒരു പാൻസും ഷൂവുമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നോട്ട് ഷുവർ അഗെയിൻ ഇഫ് ഇറ്റ് ഈസ് ദ റൈറ്റ് വേ ടു ഇൻ്റർപ്രിറ്റ് ദാറ്റ്. ഓക്കെ, എനിവേ അതിൻ്റെ ഒരു അതോറിറ്റേറ്റീവ്നെസ് ഉണ്ട്. ഓക്കെ, അതുപോലെ ഒട്ടും തന്നെ കമ്പാഷനേറ്റ് അല്ലാത്ത ഒരു ഫേസാണ് ആ ബുള്ളിൻ്റെ കൊടുത്തിരിക്കുന്നത്. അൺലൈക്ക് ദ ഹോസിൻ്റെ പോലെയല്ല. ഹോസിൻ്റെ ആ ഒരു എന്താ പെയിൻ, ആ ഒരു ആംഗ്വിഷ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിൻ്റെ ഫേസിൽ. എന്ന് വെച്ചാൽ അത് വെയിൽ ചെയ്യുകയാണെന്നുള്ള കാര്യം, അത് വിളിക്കുകയാണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം. വേറെ ഇവിടെ ബുള്ള് അങ്ങനെയല്ല. ഓക്കെ, അതൊരിക്കലും ഒരു വിക്റ്റിമായിട്ട് നമുക്ക് ഒരിക്കലും തന്നെ ഡെഫിനറ്റ്ലി വായിക്കാനായിട്ട് പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ bull is not a representation of the victim. Now the bull is one of the two figures who is not directly suffering from the destruction. നമ്മൾ ഇതിന്ന് നോക്കുമ്പോഴത്തേക്കും ബാക്കി ഓൾമോസ്റ്റ് the majority of the figures are actually suffering from the destruction, but not the bull. വേറൊരു ഫിഗറും കൂടെ ഉണ്ട്, നമുക്ക് വരുമ്പോൾ അങ്ങോട്ട് പറയാം. Now it doesn't offer any positive prospects as well. ഒരു പോസിറ്റീവ് പ്രോസ്പെക്ട്സും അത് ഓഫർ ചെയ്യുന്നുമില്ല. അതായത് ഈ രണ്ട് ഫിഗേഴ്സിലുള്ള ഒരെണ്ണം പോസിറ്റീവ് എന്താ ആസ്പെക്റ്റ് കാണിക്കുന്നുണ്ട്, വേറെ ബുൾ അതും കാണിക്കുന്നില്ല എന്നർത്ഥം. Now instead it's distorted visage എന്ന് പറഞ്ഞാൽ appearance or face, okay, combined with animal sorry for the mistake, animal brutality which one tends to associate with it, tends to make one feel it as somehow more a part of the darkness than the light. Okay, കുറച്ചുകൂടെ ആ ഡാർക്ക്നെസ്സിൻ്റെ പാർട്ടായിട്ടാണ് നമുക്ക് കാണുക. അതിൻ്റെ മൊത്തം ഉള്ള ഇതെടുത്ത് കഴിഞ്ഞാലിട്ട് നിങ്ങൾ നോക്കുക, നമ്മുടെ രണ്ടും കമ്പയർ ചെയ്താൽ മതി. നമ്മുടെ എന്താ ദ ഹോഴ്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ലൈറ്റ് ഷെയ്ഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലൈക്ക് കുറച്ച് കൂടുതലും വൈറ്റ് ടു ലൈറ്റർ ഗ്രേ ഷെയ്ഡ്സ് അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വേറെ ബുള്ളിനെ എടുക്കുക, ബുള്ളിൻ്റെ തല നല്ല വൈറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം അതിൻ്റെ മേജർ പാർട്സ് ഓക്കെ എല്ലാം തന്നെ എന്ത് ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത്? ബ്ലാക്ക് ഓർ ഓൾമോസ്റ്റ് കുറച്ചുകൂടെ ഡാർക്കർ ഷെയ്ഡ്സ് ഓഫ് ഗ്രേ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം അത് തന്നെ ആക്ച്വലി അതിൻ്റെ ആ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കാണിക്കുന്നതാണ്. Now tends to make one feel as somehow more a part of the darkness than the light. Of course അതൊന്നും നമുക്ക് മനസ്സിലാവും കുറച്ചുകൂടെ. പിന്നെ അതിൻ്റെ ആ ഒരു ഒട്ടും തന്നെ കമ്പാഷനേറ്റ് ഇല്ലാത്ത ആ ഒരു ഫിഗർ അത് ഓഫ് കോഴ്സ് അത് ഡാർക്ക്നെസ്സിൻ്റെ പാർട്ടായിട്ട് നമുക്ക് കാണാം. Picasso once said the bull is not fascism but it is brutality and darkness. അത് ഫാഷിസം അല്ല, പകരം അത് ബ്രൂട്ടാലിറ്റി ആൻഡ് ഡാർക്ക്നെസ്സിനെ കാണിക്കുന്നതാണ് ബുൾ എന്ന് പിക്കാസോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഓഫ് കോഴ്സ് ആർട്ടിസ്റ്റ് എന്തായാലും പറയുകയാണല്ലോ, പിന്നെ നമുക്ക് ഇതിനെ കൂടുതൽ വിശ്വസിക്കാതിരിക്കേണ്ട ആവശ്യമില്ല. ദ ഹോസ് റെപ്രസെൻറ്റ്സ് ദ പീപ്പിൾ. ഹോസ് ഓഫ് കോഴ്സ് ഇറ്റ്സ് എ വിക്ടിം. സോ അത് ആരെ റെപ്രസെൻറ്റ് ചെയ്യുന്ന പീപ്പിളിനെ. അതുപോലെ തന്നെ ബുള്ളാണെങ്കിൽ ഫാഷിസം അല്ല, ബട്ട് ദ ബ്രൂട്ടാലിറ്റി ആൻഡ് ഡാർക്ക്നെസ് ഓഫ് വാർ ആണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. Now the bull is linked to the woman, the dead child, horse, the warrior, and even one of the women is approaching her lamb toward him at the same time that almost of all the figures are looking at him. Almost എല്ലാ ഫിഗേഴ്സും കൈൻഡ് ഓഫ് ദേ ആർ എയിമിങ് ടുവേർഡ്സ് ഹിം ഓർ ലുക്കിംഗ് അറ്റ് ഹിം. അങ്ങനത്തെ ഒരു മൂവ്മെൻ്റാണ് നമുക്ക് കാണുക. എന്ന് വെച്ചാൽ ആ ഒരു വണ്ടർ അല്ല, എന്താ പറയുക, എന്തിനാ ഇങ്ങനെയെന്ന് ചോദിക്കുന്ന രീതിയിൽ. ഓക്കെ, ആ രീതിയിലാണ് അതിൻ്റെ തൊട്ടുള്ള മൂവ്മെൻറ്റ്. ഓക്കെ, നമ്മൾ ആദ്യം പഠിച്ച മൂവ്മെൻറ്റ് ഓഫ് ദ പോം എന്ന് പറയുന്നല്ലേ, അത് നമുക്ക് അങ്ങനെ കാണാം. എന്ന് വെച്ചാൽ ആ ഡെത്ത് ആൻഡ് മിസറിയിലോട്ട് നോക്കിയിട്ട് വായ് എന്ന് ചോദിക്കുന്ന രീതിയിലുള്ള മൂവ്മെൻറ്റ്. ഓക്കെ, നൗ
The bull is not a common animal. In the bull fights, he is the dark fiend, the adversary of human hero, who wears the suit of light. At the same time, he is respected as worthy of his partner. See, നമ്മുടെ സ്പെയിനാണ് ഇവിടെ പറയുന്നത്, നമ്മുടെ നേഷൻ എന്ന് പറയുന്നത് സ്പെയിനാണല്ലേ. സ്പെയിൻ നിങ്ങൾക്ക് സ്പാനിഷുകാരുടെ ഏറ്റവും വലിയ സെലിബ്രേഷൻസിൽ ഒന്നാണ് ഓഫ്കോഴ്സ് ബുൾ ഫൈറ്റിങ്ങും അതുപോലെ ടൊമാറ്റോ ഫെസ്റ്റിവലൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ടൊമാറ്റോ ഫെസ്റ്റിവലോടെ കളയാം. പക്ഷേ ഇവിടെ എന്താ ഈ ബുൾ ഫൈറ്റിംഗ് അത് അവരുടെ ഒരു ഭയങ്കര വലിയൊരു സംഭവമാണ്, നമ്മുടെ ജല്ലിക്കെട്ട് കണക്ക്. അപ്പോൾ അവിടെ ബുൾ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് ഈ പറയുന്ന പോലെ ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് ലൈക്ക് എ ഗ്രേറ്റസ്റ്റ് അഡ്വൈസറി ഓഫ് ഹ്യൂമൻസ് ആൻഡ് അതുപോലെ തന്നെ ഒരു റെസ്പെക്റ്റും കൊടുക്കുന്ന ഒരു ഇതായിട്ടാണ് നമ്മൾ പൊതുവെ കാണുക. ഓക്കെ, അപ്പം അതായിരിക്കാം ഈ പെയിൻറ്റിങ്ങിൽ ഓഫ് കോഴ്സ് ആ ബുൾ എന്ന് പറയുന്നതിനെ വേറൊരു ഷെയ്ഡ് നമുക്ക് കിട്ടുന്നത് അതുമായിരിക്കാം. Now the many faceted is the image of the Spanish symbol, and its elusive character is faithfully reflected in the life work of Picasso. The bull is the most dominant figure, and he is positioned moderately higher than the horse and all other figures. ബാക്കി ഏതൊരു ഫിഗേഴ്സിനെക്കാട്ടിലും കുറച്ച് പൊക്കത്തിലാണ് അതിനെ വരച്ചിരിക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഡോമിനൻറ്റ് ഫിഗറായിട്ട് നമുക്ക് അതിനെ ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാവരും സഫർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ somebody is looking at it, but this bull, it is the dominant figure and is positioned moderately higher than the horse, than of course all other figures. All other wailing or those figures, all other figures are a part of this destruction, the scene of destruction, whereas the bull is not. Now the bull always is a symbol of strength in the Spanish bullfighting tradition. It was a theme that Picasso returned to obsessively in his Tauromachy or bullfighting series. അതുപോലെ ഞാൻ പറഞ്ഞ നേരത്തെ പുള്ളിയുടെ തന്നെ പിക്കാസോയുടെ തന്നെ മുന്നത്തെ പല പെയിൻറ്റിങ്സിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഫിഗറാണ് ബുൾ എന്ന് പറയുന്നത്. ബുള്ളും ഹൗസും ഉണ്ട്. പുള്ളിയുടെ പല പെയിൻറ്റിങ്സിലും പുള്ളി ബുള്ളിനെ ഹൗസിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ ഒരെണ്ണം എന്ന് പറയുന്നത് ഈ ടോറോമാക്കിയും, പിന്നെ നെക്സ്റ്റ് വൺ ഇസ് മിനോട്ടോറോമാക്കിയാണ്. The bull in Guernica in particular recalls another one included by Picasso in his Minotauromachia, etching where the beast appears as a symbol of brute force. Okay, ഇത് രണ്ടും എടുത്തെങ്കിൽ മിനോട്ടോറോമാക്കിയ രണ്ടും ഡിഫറെൻ്റ് ആണ്, പക്ഷേ ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ആൻ അതോറിറ്റേറ്റീവ് കൈൻഡ് ഓഫ് ബുൾ. ഓക്കെ, അത് ആക്ച്വലി മിനോട്ടോറോമാക്കിയയിൽ വളരെ നന്നായിട്ട് കാണാൻ പറ്റും. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഈ പേരുകളൊക്കെ, ടോറോമാക്കി ദെൻ മിനോട്ടോറോമാക്കി എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെയിൻറ്റിങ്സ് ഒക്കെ കാണാൻ പറ്റും. ചുമ്മാ സൈസ് കൂട്ടുണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ ഒന്ന് ആഡ് ചെയ്യാത്തത്, പിന്നെ കൺഫ്യൂഷനോ. ഓക്കെ, പിന്നെ അപ്പോൾ മിനോട്ടോറോമാക്കിയിലൊക്കെ തന്നെ ടോറോ എന്ന് പറയുന്നില്ല, അത് തന്നെ വേറൊരു കാര്യം പറയാം. ടോറസ് എന്ന് പറയുന്നത് നമ്മുടെ പൊതുവെ ഏരീസ് എന്ന് പറഞ്ഞാൽ ഗോഡ് ഓഫ് വാർ എന്നാണ്. ആൻഡ് ഓഫ് കോഴ്സ് ടോറസ് ഇസ് ഓഫ് കോഴ്സ് ടോറസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൺ സൈൻ എന്നൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ ടോറസ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ബുള്ളിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന പേരാണ്. അപ്പോൾ ഈ ടോറസ് എന്ന് പറയുന്നത് യൂഷ്വലി എപ്പോഴും വാറിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു കാര്യമായിട്ടും കൂടെ ക്ലാസിക്കൽ സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അത്. അപ്പോൾ അതും ഓർമ്മിച്ച് വെച്ചേക്കുക. ക്ലാസിക്കൽ സിമ്പിളാണ് ബുൾ ഓഫ് ബീയിങ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് വാർ എന്ന് പറയുന്നത്. ക്ലാസിക്കൽ സിമ്പിളായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നതാണ്. അത് ഞാൻ ഇതിനുള്ളിൽ കൊടുത്തിട്ടില്ല, പക്ഷേ ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിൽ ഡെഫിനറ്റ്ലി അത് എഴുതാം. ദ ബേർഡ് ബേർഡിൻ്റെ ഒരു ഇതെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കാണുക. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡവ് ആണെന്നാണ് പല ഇൻറ്റർപ്രിട്ടേഷൻസും വരുന്നത്, ബട്ട് ഐ എം നോട്ട് ഷുവർ ഇഫ് ഇറ്റ് ഇസ് എ ഡവ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഡക്കാണെന്നൊക്കെ തോന്നിയിട്ടുണ്ട്, പക്ഷെ എൻ്റെ കാല് കാണുമ്പോൾ ഡക്കാണെന്ന് തോന്നുന്നില്ല, വേറെ എന്തോ ഒരു ബേർഡായിട്ട് തോന്നാം. ബട്ട് എനിവേ ഇറ്റ് ഈസ് എ വെയിലിംഗ് ബേർഡ്. ഈ പറയുന്ന പോലെ അതിന് വൂണ്ട് സംഭവിച്ചിട്ടുണ്ട്. ആൻഡ് ദർ ഇസ് ദിസ് ആ ഒരു വൈറ്റ് ഇത് കണ്ടോ, അത് ബാക്ക്ഗ്രൗണ്ടിലാണ് ഇരിക്കുന്നത്. മറ്റതുപോലെ കംപ്ലീറ്റ്ലി ഡാർക്ക് ആണെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഡാർക്ക് അല്ല, പകരം സട്ടിലായിട്ട് അതിനെ ബ്ലെൻഡ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലും. ആൻഡ് അങ്ങനെ ബ്ലെൻഡ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ പറയാൻ പോകുന്ന ഇൻ്റർപ്രിട്ടേഷൻ ഞാൻ ഇതിൻ്റെ ആഡ് ചെയ്തിരിക്കുന്നത്. Now the bird is obscured by darkness and a lot smaller than any other images on the painting. ഓക്കെ, വേറെ ഏതൊരു ഇമേജിനേക്കാളും വളരെ സട്ടിലറായിട്ട് അതിനെ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലെൻഡ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. കുറച്ചുകൂടെ സ്മോളാണ്, മാത്രമല്ല ഡാർക്ക്നെസ് കൊണ്ട് ഒബ്സ്ക്യൂർ ചെയ്തിരിക്കുകയാണ്. Now it has a pained expression and a broken body. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചിലർ അതിനെ ലൈറ്റ് എന്നൊക്കെയാണ് ഇൻ്റർപ്രിറ്റ് ചെയ്തിരിക്കുന്നത്, ബട്ട് ഐ തിങ്ക് ഇറ്റ് ഇസ്
it has a broken body, wounded body ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്, ആ white thing. Okay, now which could be suggesting that even small beings are affected by war, like animals പോലുള്ളൊക്കെ തന്നെയും ഈ ഇതിലൊക്കെ തന്നെയും അതിനും അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. മനുഷ്യൻ്റേതായിട്ടുള്ള അത്യാഗ്രഹത്തിൻ്റെയും പവർ മോങ്കറിങ്ങിൻ്റെ ഇടയിൽ ഓഫ് കോഴ്സ് ആനിമൽസും അനുഭവിക്കുന്നുണ്ട്. ബട്ട് വി നെവർ സീ ഇറ്റ് അല്ലേ. നമ്മളെപ്പോഴും കാഷ്വാലിറ്റീസൊക്കെ എടുക്കുമ്പോഴത്തേക്കും നമ്മളെടുക്കുന്ന കാഷ്വാലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് എന്താണ് കണക്കൂട്ടുമ്പോഴത്തേക്കും എന്താ നമ്മുടെ ഗവൺമെൻറ്റൊക്കെ എടുക്കുന്ന കണക്കൂട്ടലിൽ ആരുടെ പേരെ വരത്തുള്ളൂ, മീൻസ് ഓഫ് കോഴ്സ് ആരെയും കണക്കൂട്ടത്തുള്ളൂ, മനുഷ്യന്മാരുടെ കാഷ്വാലിറ്റീസിനെ കുറിച്ചല്ലേ. നമ്മൾ ഇത്രയും മനുഷ്യർ മരിച്ചു എന്നല്ലേ നമ്മൾ ന്യൂസ് പേപ്പറിൽ വായിക്കുക. ന്യൂസ് പേപ്പറിൽ എപ്പോഴെങ്കിലും ഇത്രയും താറാകോഴികൾ മരിച്ചെന്നോ അല്ലെങ്കിൽ ഇത്രയും ആടുകൾ മരിച്ചെന്നോ നമ്മളെവിടെയെങ്കിലും വായിക്കാറുണ്ടോ? ഇല്ല. ഓക്കെ, ആൻഡ് ഓഫ് കോഴ്സ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് എൻവയോൺമെൻറ്റും ചിലപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതായിരിക്കാം. നോട്ട് ഷുവർ, ബട്ട് ഓഫ് കോഴ്സ് it should be a part of it as well, right? അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ബേർഡ് അതിൻ്റെ റെപ്രസെൻ്റ് either of the environment or of this beings that are trivial to humans. ഓക്കെ, അവരുടെ എപ്പോഴും ഹ്യൂമൻസ് സെൽഫിഷ് ആണല്ലോ. അപ്പോൾ ആ സെൽഫിഷ് ഇതിനുള്ളിൽ വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ആ കണക്കൂട്ടലുകളിൽ വരുമ്പോഴത്തേക്കും ഒരിക്കലും കാഷ്വാലിറ്റീസിൻ്റെ ഭാഗമായിട്ട് വരാത്ത ആനിമൽസ് ആൻഡ് ദ എൻവയോൺമെൻറ്റൽ റെപ്രസെൻറ്റേറ്റീവ്സ്. ഓക്കെ, അതായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ ഈ ബേർഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, now some interpretations read this bird as a dove and its broken body as the end of peace. Okay, dove ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ broken body ഒരു end of peace എന്നുള്ള രീതിയിലും വായിക്കാൻ പറ്റും എന്നാണ് ചില ഇൻ്റർപ്രിട്ടേഷൻസ് ഞാൻ കണ്ടത്. ഓക്കെ, ഞാൻ ഈ പറയുന്നതല്ല തന്നെ എൻ്റെ ഇൻ്റർപ്രിട്ടേഷനും ഈ പറയുന്ന പോലെ ഞാൻ വായിച്ച ഇൻ്റർപ്രിട്ടേഷനും ഇത് രണ്ടും കൂടെ മിക്സഡ് ആണ്. അഥവാ ഞാൻ കൂടുതലും ഞാൻ സപ്പോർട്ട് ചെയ്തിട്ട് വെളിയിലുള്ള ഇൻ്റർപ്രിട്ടേഷൻ, കാരണം കുറച്ചുകൂടെ ആർട്ട് വായിക്കാൻ അറിയുന്നവർക്ക് എനിക്കുള്ളൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന നോട്ടിൽ ഓഫ് കോഴ്സ് അതായത് ഈ തന്നിരിക്കുന്ന നോട്ടിൽ മറ്റുള്ളവരുടെ ഇൻ്റർപ്രിട്ടേഷനാണ് കൂടുതൽ കൊടുത്തിരിക്കുന്നത്, നോട്ട് മൈൻ. ബട്ട് ഓഫ് കോഴ്സ് ഞാൻ പറയുമ്പോൾ എൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ കൊണ്ട് ഞാൻ പറഞ്ഞു പോവുകയാണ്. നൗ നെക്സ്റ്റ് വൺ. അപ്പോൾ ഇത്രയും ഈ 3 ഫിഗേഴ്സാണ് നമ്മുടെ ഓരോ ആനിമൽസായിട്ട് കൊടുത്തിട്ടുള്ളത്. നൗ നെക്സ്റ്റ് പീപ്പിൾ ആസ് സബ്ജക്ട്സ്. ഫസ്റ്റ് വൺ ഇസ് ദ ഫോളിങ് വുമൺ ഓർ മാൻ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ അഗെയിൻ ഇതൊരു മാനാണോ വുമനാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ ഉറപ്പില്ല. ബട്ട് കൂടുതൽ ഇൻ്റർപ്രിട്ടേഷൻസിലും ഇത് വുമൺ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. So at the right of the mural there is a woman who dress right ആണ് മ്യൂറലിൻ്റെ റൈറ്റിൽ ഒരു there is a woman or man who dress ablaze with stylized flames has just leapt from a burning building. നമുക്കത് കാണാം, ഒരു ആ മുകളിൽ കാണുന്ന ഒരു ജനൽ പോലെയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എടുത്ത് ചാടിയതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഫ്ലെയിംസ് ആണ് അവിടെ കാണിക്കുന്നത്, റൈറ്റ്? അപ്പോൾ ഈ സ്റ്റൈലൈസ്ഡ് ഫ്ലെയിംസ് എന്ന് പറയുന്ന ഇതാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം എനിക്ക് നോക്കിയപ്പോൾ കണ്ടത് എന്താ, എനിക്ക് പെട്ടെന്ന് ജസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഇറ്റ് ലുക്സ് ലൈക്ക് ഫ്ലെയിംസ് സക്കിങ് ഹിം ഇൻ. ഓക്കെ, ഒരു നാവ് വന്നിട്ട് അയാളെ ഇങ്ങനെ, ആ ഫ്ലെയിംസ് എന്ന് പറയുന്ന ഒരു നാവായിട്ട് അയാളെങ്ങനെ വിഴുങ്ങുന്നതായിട്ടുള്ളൊരു ഫീലിംഗ്, അത് പല്ലും നാവും ഒക്കെ ആ രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ ഞാൻ ഒരിടത്തും അങ്ങനെ ഇൻ്റർപ്രിട്ടേഷൻ ഞാൻ കണ്ടില്ല. സോ ഐ ഹാവൻ ഇൻക്ലൂഡഡ് ദാറ്റ് ഇൻ ഇറ്റ്. എനിവേ, right of the mural there is so the triangular swatch of light grey which rapidly diminishes beneath her represents her downward motion and gives a sense of a horrible acceleration toward her അത് മാത്രമല്ല താഴോട്ട് ഭയങ്കര എന്താ ഒരു ഡാർക്ക്നെസ് കൊടുത്തിരിക്കുന്നത് കാരണം നമുക്കത് മനസ്സിലാവുന്ന വെച്ചാൽ ഷീ ഓർ ഹീ ഈസ് ഫാളിങ് ഡൗൺ. ഓക്കെ, അത് പെട്ടെന്ന് തന്നെ താഴോട്ട് വീഴുന്ന തരത്തിലുള്ള, അത് കൈ ഒന്നും ആലോചിക്കുക, കൈ പൊക്കി വെച്ചിട്ടിരിക്കുമല്ലേ. അപ്പോൾ ഈ മീൻസ് ഫാളിങ് ഡൗൺ ആ ഒരു മൂവ്മെൻറ്റ് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതിൻ്റെ അകത്ത് നിന്ന്. Now her twisted face, her mouth open in a futile terrified scream, her eyes wide open in fear. So twisted face and eyes open in fear, കണ്ടോ? And mouth കണ്ടോ ഗേപ്പ് ആയിട്ട് വിളിക്കുന്ന കണക്ക് നമുക്ക് ഫീൽ ചെയ്യാം. ആൻഡ് ഓഫ് കോഴ്സ് ലൈക്ക് നേരത്തെ പറഞ്ഞ പോലെ ആ കൈയും കൂടെ നോക്കി വെച്ചേക്കുക ഇതിനിടയിൽ. Now her arms are thrown upwards, fingers extended,
in the vain attempt to grasp, sorry, there are mistakes there, grasp onto something to save her. She represents all the unmitigated terror of a person hurtling to death. ഓക്കെ, അപ്പോൾ ഇതിലാണ് ആ ഒരു എന്താ ഒന്നും ചെയ്യാനില്ലാതെ ആ ഒരു ഡെത്തിലോട്ട് അങ്ങ് മുങ്ങിത്താഴുന്ന ആ ഒരു മൂമെൻറ്റ്. ഓക്കെ, ആ ഒരു പൊസിഷൻ എടുത്തിരിക്കുന്ന ഒരു വുമണെയാണ് നമുക്ക് ഒരു പേഴ്സണെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ദ ഫ്യൂജിറ്റീവ് ഇനി ഈ 3 മെയിൻ ക്യാരക്ടേഴ്സിനെ പറയുകയാണെ. ദ ഫ്യൂജിറ്റീവ്, ദ ലൈറ്റ് ബെയറർ ആൻഡ് ദ ഫോളിംഗ് വുമൺ ആർ എക്സാമ്പിൾസ് ഓഫ് ഹ്യൂമൻ കൺസേൺ, ആങ്സൈറ്റി ആൻഡ് പാനിക് ഇൻ ലൈഫ്. ഇൻ ദിസ് കേസ് എ ക്വസ്റ്റ് ടു സർവൈവ്. അപ്പോൾ ആ പുള്ളിക്കാരിയെ സംബന്ധിച്ച്, നമ്മുടെ ഈ ഫോളിംഗ് വുമൺ ഓർ മാനിനെ സംബന്ധിച്ച് it could be considered as a quest to survive. Now at the farthest right of the painting in this pose, the man on fire recalls Mary Magdalene in many crucifixion scenes, which desperation is not dominated but rather is displayed in a spectacular manifestation of grief. നമ്മുടെ ക്രൈസ്റ്റിൻ്റെ ക്രൂസിഫിക്ഷൻ സമയത്ത് മേരി മെഗ്ദലീൻ്റെ പൊസിഷൻ പോലെ, ഓക്കെ, ഒരു മാനിഫെസ്റ്റേഷൻ ഓഫ് ഗ്രീഫ്, ഓക്കെ, അത് നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഫീച്ചറിൽ കാണാമെന്ന് ചില ഇൻ്റർപ്രിട്ടേഷൻസ് ഞാൻ വായിച്ചു. ഐ എം നോട്ട് ഷുവർ ഇഫ് ഇറ്റ് ഇസ് റൈറ്റ്. ഓക്കെ, നൗ ദ സെയിം Guernica man also recalls an analogous figure in Raphael's room of the fire in Borgo in Vatican apartments. നമുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ റഫായലിൻ്റെ റൂം ഓഫ് ദ ഫയർ എന്ന് പറയുന്നതിൽ നമുക്ക് കാണാൻ കഴിയും. Now the next subject is mother with a child. Mother with a child. പെട്ടെന്ന് തീർക്കാം. സോ ഇതാണ് നമ്മുടെ മദർ വിത്ത് ദ ചൈൽഡ്. എഗെയിൻ നിങ്ങൾ അവരുടെ മുഖം നോക്കുക, നമ്മുടെ മറ്റേ ഫോളിംഗ് മാൻ ഓർ വുമണിനെ പോലെ തന്നെ. എഗെയിൻ ദ ഹെഡ് ഇസ് ബെൻഡ് ബാക്ക്വേർഡ്സ് ആൻഡ് ഐസ് കണ്ടോ തള്ളി എന്താ ഇരിക്കുന്ന പോലെ, ലൈക്ക് ഫിയർ കാണാൻ കഴിയും. അതേപോലെ ഫിയർ ആൻഡ് ആംഗ്വിഷ് കാണാൻ കഴിയും. അതുപോലെ വാ എന്ന് പറഞ്ഞ് തുറന്ന് പിടിച്ചിട്ട് വെയിൽ ചെയ്യുവാണ്. ആൻഡ് ഷീ ഹാസ് ദിസ് ചൈൽഡ് ഇൻ ഹെർ ഹാൻഡ്. ഓക്കെ, definitely she is wailing, alle. On the far left is a mother with her dead child. Her bare breasts, once a source of life to the child, hang uselessly above his lifeless form. She kneels holding the child's limp body with her right arm. Her left arm is extended in an almost questioning gesture. നിങ്ങൾ നോക്കാം. ഓക്കെ, എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്ന രീതിയിൽ കൈ ഇച്ചിരി ഒന്ന് നമ്മളിങ്ങനെ ഇരിക്കുന്ന കാണാം. her gaze is heavenward, like looking for some divine being who could explain her misery. മുകളിലോട്ട് നോക്കിയിരിക്കുകയാണ്, ആസ് എഫ് എന്താ എന്തിനെ ഇങ്ങനെ ഒരു മിസറി എനിക്ക് തന്നു എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന കണക്ക്. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് എനി ഹെവൻലി ബീയിങ് ഷീ കുഡ് ഓൺലി സീ ദ കൂൾ ഹാർഡ് ആൻഡ് ഫീലിംഗ് വിസിറ്റ് ഓഫ് ദ ബുൾ. പക്ഷെ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആരെയാണ് അവിടെ കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്തിരിക്കുന്നത്? ദ കൂൾ കൂൾ ഹാർഡൻഡ് വിസിറ്റ് ഓഫ് ദ ബുൾ, അല്ലേ? അപ്പോൾ ഓഫ് കോഴ്സ് എന്താ ഒരു തരത്തിലുള്ള ഒരു ആശ്വാസവും ആ ബുള്ളിൻ്റെ ഫേസിൽ നിന്ന് എന്തായാലും കിട്ടാൻ പോകുന്നില്ല. ആൻഡ് ഫ്രോം ഹർ മൗത്ത് issues an anguish cry. In her one could see all the agony which accompanies the senseless destruction and despair of the loss. Okay, ശരിക്കും ആ ഡിസ്ട്രക്ഷൻ്റെ despair of lossൻ്റെ ഒക്കെ തന്നെ ഏറ്റവും നല്ലൊരു റെപ്രസെൻറ്റേറ്റീവ് this woman with the child. Okay, now the next one is the fugitive or the refugee or the woman dragging herself along. Okay, ഈ fugitive or refugee എന്നൊക്കെ പറയുന്ന പല ഇൻ്റർപ്രിട്ടേഷൻസിലും ആൾക്കാർ കൊടുത്ത ആർ ക്രിറ്റിക്സ് കൊടുത്ത പേരാണ്. ഓക്കെ, ഞാൻ സിംപ്ലി ദ വുമൺ ഡ്രാഗിങ് ഹെർസെൽഫ് അലോങ് എന്ന് ഞാൻ ഇട്ടു. പക്ഷേ കൂടുതൽ ആൾക്കാരും അവരെ വിളിച്ചിരിക്കുന്നത് ദ ഫ്യൂജിറ്റീവ് എന്നാണ് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ ഫ്യൂജിറ്റീവ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇത്രയും കൊടുത്തതെന്ന് വെച്ചാൽ അവർ ഇച്ചിരി എലോങ്ങേറ്റഡ് ഫിഗറായിട്ടാണ് കണ്ടിരിക്കുന്നത്. ആൻഡ് ആ ലാമ്പിനെ നോക്കിയാണ് അവർ നിൽക്കുന്നത്. സി കണ്ടോ? ഓക്കെ, അപ്പോൾ ആ ലാമ്പിനെ നോക്കി നിൽക്കുന്നത് കാരണമാണ് ഞാൻ അതും കൂടെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ഇട്ടത്. Now, the most moving figure in Guernica could be the woman who comes running into the center of the composition from the right. റൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് ഓടി വരുന്നതാണെന്ന് എനിക്ക് ഡ്രാഗ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഷീ ഈസ് അറ്റംപ്റ്റിംഗ് ടു മൂവ് ടുവേർഡ് ദ കെറോസിൻ ലൈറ്റ്, ദാറ്റ് ലോൺ ബീക്കൺ ഓഫ് ഹോപ്പ്. ആലോചിക്കുക, ആകപ്പാടെ ഇതിൻ്റെ അകത്ത് വെളിച്ചം കൊടുക്കുന്ന രീതിയിലുള്ളത് നമ്മുടെ ഈ ദിസ് പെർട്ടിക്കുലർ ലാമ്പ് എന്നാണ്. അപ്പോൾ ആ ലാമ്പിൻ്റെ നേർക്കാണ് അവർ നോക്കുന്നതും, അല്ലെങ്കിൽ അതിൻ്റെ നേർക്കാണ് അവർ വരുന്നതായിട്ട് നമുക്ക്
ഫീൽ ചെയ്യും. മീൻസ് ഓഫ് കോഴ്സ് ആ ഹോപ്പിന് നേരെ നീങ്ങുക എന്നർത്ഥത്തിൽ. ബട്ട് ടു ഗെറ്റ് ദർ ഷീ മസ്റ്റ് ട്രെയിൻ അഗെയിൻസ്റ്റ് ദ ഫോഴ്സസ് ദാറ്റ് ആർ ട്രൈങ് ടു ക്രഷ്. പക്ഷേ ഓഫ് കോഴ്സ് ദർ ആർ സംതിങ് ക്രഷിങ് ഹർ. അപ്പോൾ അതിന് അഗെയിൻസ്റ്റ് സ്ട്രെയിൻ ചെയ്ത് സ്ട്രഗിൾ ചെയ്താണ് അവരവിടെ എത്തുന്നത്. ഷീ ഈസ് ആക്സ് അണ്ടർ ദ വെയിറ്റ് ഓഫ് ദ ടെറിബിൾ ഒപ്രഷൻ. ഹർ ലെഫ്റ്റ് നീ ഈസ് ഡ്രിവൻ ടു ദ ഗ്രൗണ്ട്. ലെഫ്റ്റ് നീ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, താഴെ മീൻസ് അത് ഇഴച്ച് കൊണ്ടുവരുന്ന രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യാം, ഡ്രാഗ് ചെയ്യുകയാണത്. And becomes enlarged into a symbol and becomes enlarged into a symbol of subjugation which this oppressive force desires. Her right leg, one of the most powerful single element in the mural due to its strong modeling, supports her and keeps her from succumbing to the crushing force of oppression. നമ്മുടെ ഈ ലാമ്പ് പോലെ തന്നെ വേറൊരു എന്താ പോസിറ്റീവ് എലമെൻ്റ് ആണ് അവരുടെ ആ ഒരു റൈറ്റ് ലെഗ് എന്ന് പറയുന്നത്. കാരണം അതാണ് ഓൺലി തിങ് ദാറ്റ് സപ്പോർട്ട്സ്. ഓക്കെ, ഈ ഇത്രയും മിസറിക്കിടയിലും അവർ കഷ്ടപ്പെട്ട് അവരെ ഡ്രാഗ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യപ്പെടുന്നത് ആ ഒരു സ്ട്രക്ചറാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ സ്റ്റഡി ആയിട്ട് തന്നെ ഇത് കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഓഫ് കോഴ്സ് വൺ ഓഫ് ദ പോസിറ്റീവ് എലമെൻറ്റ്സ് ഇൻ ദ പെയിൻറ്റിംഗ്. നൗ ഷീ മാനേജസ് ടു thrust the upper positions of her body forward into the swath of light which has cut through the darkness in an exaggerated curve. Her head and neck strain towards the lamp as a gaze is fixed upon this symbol of hope. Okay, ആ ഒരു സിമ്പിൾ ഓഫ് ഹോപ്പിന് നേരെ നീങ്ങുന്ന കണക്കാണ് അവരെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, now this fugitive is an example of human concern, anxiety, and in this case a quest to survive. ശരിക്കും ആ quest to surviveൻ്റെ സിമ്പിളായിട്ട് നമുക്ക് കാണാം. Now the next one is the peering woman, the woman with the lamp. The woman who holds a lamp, നിങ്ങൾക്ക് കാണാം അതിനുള്ളിൽ അല്ലേ, ഒരു വിൻഡോയിൽ നിന്ന് വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ആസ് ഇഫ് എക്സ്റ്റെൻഡിങ് ഹാൻഡ് ആൻഡ് ദെൻ ദർ ഇസ് ദിസ് ലാമ്പ് ഷീ ഈസ് ഹോൾഡിങ്. അഗെയിൻ ഇതും വുമൺ ആണോ എന്ന് ചോദിച്ചാൽ ബൈ ദ വേ ഓഫ് ദ ഹെയർ പോസിബിളി, ബട്ട് ഓഫ് കോഴ്സ് ഇറ്റ് വാസ് സ്പെയിൻ. സോ അവിടെയുള്ളവർക്കൊക്കെ അത്രയും പുരുഷന്മാർക്കും അത്യാവശ്യം മുടിയൊക്കെ വളർത്തിയിരുന്നവരുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. സോ ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് ഇസ് എ വുമൺ, ബട്ട് ഫേഷ്യൽ ഫീച്ചേഴ്സ് വെച്ചിട്ട് കൂടുതലും പേരും വുമൺ എന്നാണ് ഇൻ്റർപ്രറ്റ് ചെയ്തിരിക്കുന്നത്. സോ ആയിരിക്കാം. The woman who holds a lamp seems to look at the scene of destruction from the outside. പുറത്തുനിന്ന് നോക്കുന്ന കണക്കാണ്. The tear-shaped head, almost tear-shaped head എന്ന് പറയാം നമുക്ക്, an overtly long arm accentuate the fact that she is in the act of thrusting these parts of her body through the window. വിൻഡോയിൽ കൂടെ നോക്കുന്ന കണക്ക്, അതായത് പിയറിംഗ് വുമൺ എന്നുള്ള ഒരു പേര് വരാൻ കാരണം അതാണ്. There is an open mouth look of surprised disbelief upon her face. നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലാക്കാണല്ലോ, ഒരു ഡിസ്ബിലീഫ് അവരുടെ മുഖത്ത് കാണാം. As though the horror and destruction she finds were more than she had imagined and even more horrifying. ഭയങ്കര ഹോറിഫൈങ് ആയിട്ടാണ് അവർക്കത് കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അവർ ആ ഒരു എക്സ്പ്രഷൻ നമുക്ക് ആ മുഖത്ത് നിന്ന് കാണും. ഇറ്റ്സ് എ മെയിൻ സിമ്പിൾ ഓഫ് ഹോപ്പ് ഇൻ ദ പെയിൻറ്റിങ്, നോട്ട് ഹർ ബട്ട് ഓഫ് കോഴ്സ് ദ ലാമ്പ് ഷീ ഹോൾഡ്സ്. അതാണ് ശരിക്കുള്ള മെയിൻ സിമ്പിൾ ഓഫ് ഹോപ്പായിട്ട് നമുക്ക് കാണാൻ കഴിയാം. എനിവേ ദ വിൻഡോ കുഡ് ബി ദ വിൻഡോ ത്രൂ വിച്ച് അതേഴ്സ് സീ ദ വാർ ലൈക്ക് എ ടെലിവിഷൻ ഓർ മീഡിയ വ്യൂ. പക്ഷേ എനിക്കിത് ഫീൽ ചെയ്തത് എന്ന് വെച്ചാൽ ഷീ ഈസ് ലൈക്ക് ദ വുമൻ, ദ മീഡിയ ഹൂസ് റിപ്പോർട്ടിങ്. നമ്മുടെ ഈ പറഞ്ഞില്ലേ ജോർജ് സ്റ്റിയറിൻ്റെയൊക്കെ തന്നെ ആ ഒരു ആക്ച്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് വാർ, അതെങ്ങനെയാണ് പുറം മറ്റുള്ള ശരിക്കുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇത് ഈ മീഡിയ ഇതൊന്നും പറഞ്ഞില്ലായിരുന്നുണ്ടെങ്കിൽ ഈ അവിടെ നടന്ന കാര്യങ്ങൾ അറിയാൻ പോകുന്നുണ്ടോ? ആരും അറിയാൻ പോകുന്നില്ലല്ലോ. ഓക്കെ, സോ പോസിബിളി ഇറ്റ് കുഡ് ബി ദ ഹോപ്പ് അല്ലെങ്കിൽ ലൈറ്റ് ത്രൂ വിച്ച് പീപ്പിൾ ക്യാൻ സീ ഇറ്റ്. ഓക്കെ, അതുമായിരിക്കാം ഒരു പക്ഷേ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ദാറ്റ് വിൻഡോ റിപ്രസെൻറ്റ് ചെയ്ത ടെലിവിഷൻ ഓർ മീഡിയ വ്യൂ. ഓക്കെ, അതുമായിരിക്കാം. ടെലിവിഷൻ എന്നുള്ളത് ഞാനിട്ടതാണ്, ടെലിവിഷൻ അപ്പോൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. ഞാനവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ മീഡിയ എന്നുള്ളതാണ്, അതായത് നമ്മൾ ഓഫ് കോഴ്സ് ന്യൂസ് പേപ്പേഴ്സ്, അന്നത്തെ കാലത്ത് ന്യൂസ് പേപ്പേഴ്സ്. Now the Dismembered Warrior. Next one is, ഇതും കുറച്ച് എലോങ്ങേറ്റഡ് ആണ്, സോ അതാണ് ഇത്രയും വന്നിരിക്കുന്നത്. At the base of the mural lies the dismembered remains of a warrior. Dismembered remains of a warrior ആണ് കിടക്കുന്നത്. The dismembered എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുറിഞ്ഞ് കിടക്കുന്നു എന്നർത്ഥം. The warrior's right hand is still tightly grasping a broken sword. നിങ്ങൾക്ക് കാണാം, കണ്ടോ,
ഒരു ബ്രോക്കൺ സ്വോർഡിനെ അവിടെ പിടിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ഓബ്വിയസ് ദാറ്റ് ദിസ് ഫിഗർ മസ്റ്റ് റെപ്രസെൻറ്റ് ദ ഫാക്ട് ദാറ്റ് വാട്ട് എവർ ആക്റ്റീവ് റെസിസ്റ്റൻസ് മൈറ്റ് ഹാവ് ബീൻ ഓഫേർഡ് ഹാസ് ബീൻ കംപ്ലീറ്റ്ലി ക്രഷ്. അത് എന്തൊക്കെ ആക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് അയാൾ ഓഫർ ചെയ്ത് അതെല്ലാം തന്നെ കംപ്ലീറ്റ്ലി ക്രഷ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായിരുന്നത്. Now what appears to be a flower on the hand of the warrior may represent the human soul, the divine. Okay, and എന്താണോ പുള്ളി ശരിക്കും പറഞ്ഞാൽ അതുപോലെ നമുക്ക് കണ്ടറിയാം പുള്ളിയുടെ കയ്യിൽ നിന്നൊരു ഫ്ലവർ വരുന്നതായിട്ട് നമുക്ക് കാണാം. സട്ടിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷെ ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് എ ഫ്ലവർ. അത് ഓഫ് കോഴ്സ് അനദർ റെപ്രസെൻറ്റേഷൻ ഓഫ് ഹോപ്പ് എന്ന് പറയാം. അറ്റ് ദ സെയിം ടൈം വേണമെങ്കിൽ ഓഫ് കോഴ്സ് ആ ഹ്യൂമൻ സോൾ അല്ലെങ്കിൽ ഡിവൈനിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, now the objects include first of all ഒന്നേ ഉള്ളൂ നമ്മുടെ ഐ ഓർ ദ ഇലക്ട്രിക് ബൾബ്. ഇതിൽ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ലാമ്പ് ഉണ്ട്, അതേപോലെ തന്നെ ഈ ഒരു ബൾബുണ്ട്. ഓക്കെ, ബൾബും എന്താണ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യമായിരിക്കില്ലേ. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ ഈ ഒരു പിക്ചർ വരുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് വരുന്ന ലൈറ്റ് അല്ല, പകരം നമ്മുടെ ലാമ്പിൽ നിന്നുള്ള ലൈറ്റാണ് കുറച്ചുകൂടി പ്രോമനൻ്റ് ആയിട്ട് നിൽക്കുക, ഇൻസ്റ്റെഡ് നോട്ട് ദ ഇലക്ട്രിക് ബൾബ് ലൈറ്റ്. ഓക്കെ, ആൻഡ് പെർഹാപ്സ് ദ മോസ്റ്റ് ഇൻഎക്സ്പ്ലിക്കബിൾ സിമ്പിൾ ഇസ് എ സർക്കിൾ. നമുക്ക് ഒട്ടും തന്നെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇച്ചിരി പാടാണ്. കാരണം ആലോചിക്കുക, അതിനൊരു കണ്ട് രൂപമുണ്ട്. കാരണം ഈ ടാലൻസ് പോലെ നിൽക്കുന്നതെല്ലാം തന്നെ എന്താ കൺപീലിയായിട്ട് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഐയുടെ ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു സെൻറ്ററിൽ നമ്മുടെ ഐറസിന് പകരമുള്ളത് എന്താ ഒരു ബൾബാണ്. വി ക്യാൻ സീ ദ ഫിലമെൻറ്റ്സ് ദർ, റൈറ്റ്? സോ അതെന്തായാലും ഒരു ബൾബ് കണക്കാണ് കൊടുത്തിരിക്കുന്നത്. ബട്ട് അതുകൊണ്ട് തന്നെ അത് വളരെ ഇൻഎക്സ്പ്ലിക്കബിൾ ആണ്, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതല്ല അത്. Now this seems to be both an electric bulb and an eye. രണ്ടും നമുക്ക് അങ്ങനെയാണെന്ന് പറയാൻ പറ്റും. As a source of light it would seem to have little effect, for what light is cast upon the scene clearly comes from the kerosene lamp. മറ്റേ ആ വുമൺ ഹോൾഡ് ചെയ്യുന്ന ലാമ്പിൽ നിന്നാണ് കൂടുതൽ ലൈറ്റും ഈ ഒരു പെയിൻറ്റിങ്ങിൽ കിട്ടുന്നത്, സെൻറ്ററിൽ. ഓക്കെ, അത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനും പറ്റും. നോട്ട് ദിസ് ഇലക്ട്രിക് ലൈറ്റ്. ഇഫ് ഇറ്റ്സ് an eye, it could be a symbolic observer of the scene. ഐ ആണെന്നുണ്ടെങ്കിൽ ഒരു സിംബലിക് ഒബ്സർവർ ആയിട്ട് നമുക്ക് എടുക്കാം, but a cold unfeeling one. Okay, not like the woman who's peering through the window. Okay, അത് ആ വിൻഡോയിലൂടെ പിയർ ചെയ്യുന്ന വുമൻ്റെ മുഖത്തൊരു ഡിസ്ബിലീഫ് നമുക്കുണ്ട്. പക്ഷേ ഈ ഒരു ഐ എന്ന് പറയുന്നത് എന്താ വളരെ കോൾഡ് ആൻഡ് അൺഫീലിംഗ് ആയിട്ടുള്ള ഒരു ഐ ആയിട്ടാണ് നമ്മുടെ ബുള്ളിനെ പോലെ. ഓക്കെ, now it could be symbolic observer of the scene, but a cold unfeeling one, for it shows no possibility for compassion, as its pupil is merely a light bulb. കാരണം എന്താ ഒരു ലൈറ്റ് ബൾബ് മാത്രമേ പോസിബിളി ഇത് എന്താ ഒരു മെക്കാനൈസ്ഡ് ആയിട്ടുള്ള ഒരു വേൾഡിനെ കാണിക്കുന്നതായിരിക്കാം. ഓക്കെ, ഇതെല്ലാം നമ്മളൊക്കെ തന്നെ ഇപ്പം സ്പെയിനിൽ വോർ നടക്കുകയാണെന്ന് ചോദിച്ചോ, നമ്മളതിനെക്കുറിച്ച് പേപ്പറിൽ വായിക്കുന്നു, നമുക്ക് എന്തെങ്കിലും കമ്പാഷൻ ഉണ്ടാവില്ല. നമ്മൾ അയ്യോ കഷ്ടം എന്ന് നമ്മൾ പറയുന്നു, ഇറ്റ്സ് ജസ്റ്റ് മിയർ വേർഡ്സ്. ഓക്കെ, അപ്പോൾ പോസിബിളി അങ്ങനെ ഉള്ള എക്സ്പ്രഷനെ ആയിരിക്കാം ആ ആയിക്കൊണ്ട് സിംബലൈസ് ചെയ്യുന്നത്. Now it could be the people who devise wars for power. My interpretation is that it could also be the people who devise wars for power and gives orders and sees it all without an ounce of compassion. സ്വന്തം ഇപ്പോൾ ഫ്രാൻസിസ് ഫ്രാങ്കോ പോലുള്ളവരുണ്ടല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ ഹിറ്റ്ലർ, പിന്നീട് വന്ന ഹിറ്റ്ലർ, ഇവരെല്ലാം തന്നെ എന്താണ് അവരെല്ലാം ഈ വോഴ്സ് ഡിവൈസ് ചെയ്യുന്നത് ബേസിക്കലി അവരുടെ തന്നെ പവർ മോങ്കറിങ്ങിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ തന്നെ അജൻഡാസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ അവർ ഓഫ് കോഴ്സ് ഈ വോറെല്ലാം തന്നെ അവർ കാണുന്നുണ്ട്, പക്ഷേ ദേ ഡു നോട്ട് ഹാവ് എൻ ഔൺസ് ഓഫ് കമ്പാഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അവരെ ആയിരിക്കാം ഒരു പക്ഷേ ഈ ഒരു ഐക്കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് അഗെയിൻ മൈ interpretation, not sure if it is the right one. Okay, anyway, within this mural he has represented figures that vividly epitomize the emotions felt by those who, like the people of Guernica, have had destruction rain down upon them from some unseen aggressor. നമുക്കില്ലേ അൺസീൻ അഗ്രസർ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു അൺസീൻ എന്ന് പറയുന്നില്ലേ, ഓഫ് കോഴ്സ് അല്ല ആരാണ് ശരിക്കും ഈ ഒരു ഈ ആൾക്കാരെയൊക്കെ തന്നെ ഈ ദുരിതത്തിൽ കൊണ്ടെത്തിച്ചെന്നുള്ളതിന് ഒരിടത്തും പറയുന്നില്ല. ഓക്കെ, ആരും പറയില്ല. ഈവൻ ദ ബുൾ റെപ്രസെൻറ്റ്സ് ജസ്റ്റ് ദ നോൺ കമ്പാഷണറ്റ് ഫിഗർ, അല്ലാണ്ട് അതാണ് ഈ ഇതിൻ്റെ എല്ലാം കാരണം എന്നൊരിടത്തും കാണിച്ചിട്ടില്ല. പിന്നെ ഉള്ളത് പിന്നെ ഈ ഐ എന്ന് പറയുന്നതാണ് പിന്നെ എനിക്കൊരു എന്താ പറയുക ഒരു ഈ പറയുന്ന പോലെ ആ ഡിസ്ട്രക്ഷന് കാരണമെന്ന് എനിക്ക് തോന്നിയത് ആ ഒരു ഐ കണക്കാണ് എനിക്ക് ഫീൽ ചെയ്തത്. നോട്ട് ഷുവർ ദോ. നൗ ഗർണിക്ക ഇസ് എ കമൻറ്റ് ഓൺ ജനറൽ സ്റ്റേറ്റ് ഓഫ് ഹ്യൂമാനിറ്റി. ആ ഒരു ജനറൽ സ്റ്റേറ്റ് ഓഫ് ഹ്യൂമാനിറ്റിയെ കാണിക്കാനാണ് അത്. ഗർണിക്ക ആസ് സച്ച് ആ ഒരു ഇൻസിഡൻ്റ് അല്ല കാണിച്ചിരിക്കുന്നത്, പകരം ജനറൽ സ്റ്റേറ്റ് ഓഫ് ഹ്യൂമാനിറ്റിയാണ് അടുത്ത് കാണിച്ചിരിക്കുന്നത്. നൗ ദിസ് ഈസ് എ വർക്ക് ഓഫ് സിവിക് കമ്മിറ്റ്മെൻറ്റ്. ദ ഓൾട്ടർനേറ്റിംഗ് മൂഡ്സ് ഓഫ് പിക്കാസോസ് സിവിക് കമ്മിറ്റ്മെൻറ്റ് ഹാഡ് നെവർ ബീൻ സോ എക്സ്പ്ലിസിറ്റ്ലി എക്സ്പ്രസ്ഡ് ആസ് ഇൻ ഗർണിക്ക. പുള്ളിയുടെ ആ ഒരു സിവിക് കമ്മിറ്റ്മെൻറ്റ്
കാണിക്കുന്ന രീതിയിൽ വേറെ ഇതിനേക്കാളും നന്നായിട്ട് വേറൊരു പെയിൻറ്റിങ്ങും ഇല്ല. കൺസീവ്ഡ് ആസ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ലോക്കൽ ഡ്രാമ, ദ പെയിൻറ്റിംഗ് ഓൾസോ സെർവ്സ് ആസ് എ യൂണിവേഴ്സൽ മാനിഫെസ്റ്റോ അഗെയിൻസ്റ്റ് ബ്ലൈൻഡ്നെസ് ഓഫ് വാർസ് ആസ് എ ഓവർ പവർ ഹെൽപ്ലെസ് പോപ്പുലേഷൻ ഓവർ പവർ ചെയ്യുന്ന രീതിയിലുള്ള ബ്ലൈൻഡ്നെസ് ഓഫ് വാർസ്. ഓക്കെ, അതിന് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റോ ആണ് ഗർണിക്ക. Picasso himself insisted that the painting belonged to the Spanish state only when the country reinstated a democratic order after totalitarian. പുള്ളി എന്നെ പറഞ്ഞിട്ടുണ്ട് ആ പെയിൻറ്റിംഗ് ഉണ്ടല്ലോ 1937 ഇപ്പം എന്താ എക്സിബിറ്റ് ചെയ്ത ആ ഒരു പെയിൻറ്റിങ് സ്പാനിഷ് സ്റ്റേറ്റിൻ്റേതായിട്ട് മാറിയത് എപ്പം മാത്രമാകണം എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാണ് ടോട്ടാലിറ്റേറിയൻ റൂള് ഇല്ലാണ്ടാകുന്നത്, എന്നാണ് അതൊരു എന്താ ഡെമോക്രാറ്റിക് ഓർഡറിൽ തിരിച്ചെത്തുന്നത്, അന്ന് മാത്രമേ അത് സ്പാനിഷ് സ്റ്റേറ്റിൻ്റെ ആകത്തുള്ളൂ എന്നാണ് പുള്ളി എഴുതി വെച്ചിരുന്നത്. In fact, it wasn't until 1981, 6 years later, after the death of Franco, that the Museum of Modern Art in New York returned Guernica to Spain. Okay, Franco മരിച്ചിട്ട് 6 വർഷത്തിന് ശേഷം മാത്രമാണ് ന്യൂയോർക്ക് മ്യൂസിയം ഓഫ് മോഡേൺ ആർട്ട് അത് തിരിച്ച് സ്പെയിനിന് അത് തിരിച്ചു കൊടുത്തത്. ഓക്കെ, these are the reference. I need to show you something else. Just ഒരു 3D representation of നമ്മുടെ ഇതാണ്. This is actually done by Lena Gieseke. I suppose that is her name. I don't remember exactly. Now see the painting. Okay, now this is a 3D representation. ഓരോ ഫിഗേഴ്സേയും എടുത്ത് കാണിക്കുന്നുണ്ട് കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഒരു see this is നമ്മുടെ dismembered man. Okay, now zooming on to the mother and the child here. Now this is the wailing mother. Look at her expression there. She is wailing, of course she is looking upwards. Okay, and then when she looks upwards there is a bull and has that distorted eyes, and then we move on to the bird. Okay, this is the eye with the bulb in it as iris, the woman holding the lamp or her hand, and then the woman herself. Okay, she is coming through the window, and then there is the falling man or woman there. And the dragging means of course the fugitive or the refugee, the one who drags her along. Okay, and finally the horse. Okay, see that newspaper prints all over that. Okay, or something like newspaper prints. See the wailing action of and the wrenched head of the spear there. See, okay, so this is, and the severed hand of the dismembered man, this of course the sword and the flowers there. Okay, so that is Guernica. Thank you.